ഒരു തീപിടുത്തമുണ്ടായാൽ ഒരു മനുഷ്യൻ മരിക്കുന്നത് തീപ്പൊള്ളിയല്ല മരിക്കുന്നത്. ആക്സിഡൻ്റ് ഒഴിവാക്കൽ മാത്രമല്ല സേഫ്റ്റി എന്ന് പറയുന്നത്. ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂക്കും വായും കവർ ചെയ്താൽ നമ്മൾ ടോട്ടലി സേഫാണ്. ആക്സിഡൻസ് ആർ ഹാപ്പനിങ് ആക്സിഡൻ്റലി എന്ന് പറയണേ. ഇന്നലെ ഉണ്ടാവാത്തത് കൊണ്ട് ഇന്നുണ്ടായിക്കൂടുന്നില്ല. ഒരു സ്ഥലത്തെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് അതീതമായിട്ട് ജനങ്ങൾ വന്നാൽ സ്വയം മനസ്സിലാക്കി അവിടെ നിന്ന് മാറണം. എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് താഴെ വന്ന് വീണിട്ട് ഒന്നും അറിയാതെ പോകുന്ന ഒരാളുടെ ദേഹത്താണ് വീണെന്നുണ്ടെങ്കിൽ അതിലും വലിയ സിവിയർനെസ് വരും. Hi guys, welcome back to Do It podcast. We are back with yet another amazing topic and എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഗ്നോർ ചെയ്യുന്നൊരു ടോപ്പിക്കുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഓൺ ബിഹാഫ് ഓഫ് നാഷണൽ സേഫ്റ്റി വീക്ക്. So we have very prominent and very important few people here. Jackson sir from National Safety Council. We have Bijoy sir from Vigaland Homes and Giri sir from Vigaland Homes. We are going to talk about safety on behalf of National Safety Week, which is on March 1st week every year. So ഈ ഒരു അസോസിയേഷന് കാരണം എന്താണെന്ന് വെച്ചാൽ Vigaland Homes have been trusted and they have been winning the safety award for 3 years consecutively, and it is amazing because our consistency is very important. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും വർഷമായിട്ട് അത് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. എൻ്റെ പേര് ജാക്സൺ. ഞാൻ നാഷണൽ സേഫ്റ്റി കൗൺസിൽ കേരള ചാപ്റ്ററിൻ്റെ ഓണററി സെക്രട്ടറിയാണ്. അതിനു മുൻപ് കൊച്ചി ഷിപ്പ്യാർഡിലെ DGM സേഫ്റ്റി ആൻഡ് ഫയർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തൊരു വ്യക്തിയാണ്. ഏകദേശം 30 വർഷത്തോളം സേഫ്റ്റി ആൻഡ് ഫയർ സർവീസിൽ എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണ്. സർ കഴിഞ്ഞൊരു 30 years ആയിട്ട് ഇതിനു വേണ്ടി വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. ഇറ്റ്സ് ബിക്കോസ് ഹീസ് വെരി പാഷനറ്റ് ആൻഡ് കൺസേൺഡ് അബൌട്ട് ദിസ് ഫാക്ടർ. എൻ്റെ പേര് ബിജോയ്. ഞാൻ വീഗാലാൻഡ് ഡെവലപ്പേഴ്സിൻ്റെ പ്രോജക്ട്സ് ആൻഡ് പ്ലാനിങ് ഡയറക്ടറാണ്. ഏകദേശം 32 years എക്സ്പീരിയൻസ് ഉണ്ട്. അതിൽ തന്നെ 27 years സെയിം ഗ്രൂപ്പിലാണ്. ഗിരി സർ. ഹായ് ഗിരി. ഹായ്. ഞാൻ AGM പ്രോജക്ട്സ് എന്ന രീതിയിൽ വീഗാലാൻഡിൽ വർക്ക് ചെയ്യുന്നു. ഒത്തിരി ആക്സിഡൻസും അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിറ്റ്നസ് ചെയ്യുന്ന ഒരു ആളായിരിക്കും ജാക്സൺ സർ. ഹൗ ഡു യു ഗെറ്റ് ദ സ്ട്രെങ്ത് ടു വർക്ക് ഫോർ ഇറ്റ്? അല്ലെങ്കിൽ അതിൽ നിന്നായിരിക്കുമോ സാറിന് സ്ട്രെങ്ത് കിട്ടുന്നത്? ഞാൻ തുടക്കമെന്ന് പറയാം, നമ്മളെ സേഫ്റ്റി കൗൺസിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏകദേശം 54 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഒരു NGO ആണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അവിടെ പാർട്ടിസിപ്പേഷൻ വേണം, ട്രെയിനിങ് വേണം, മോട്ടിവേഷൻ വേണം. ഈ 3 കാര്യങ്ങൾ വെച്ച് ഉൾക്കൊണ്ടുള്ള ഒരു NGO ആണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയ ഒരു NGO ആണ് നാഷണൽ സേഫ്റ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞത്. അതിൻ്റെ കേരള ചാപ്റ്ററിൻ്റെ സെക്രട്ടറി ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഒരു കാലഘട്ടത്തിൽ ഇത് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ആയിരുന്നു, വ്യവസായ സുരക്ഷിതത്വം മാത്രമായിരുന്നു. ഒരു 10 വർഷങ്ങൾക്ക് മുൻപിലേ ഇത് സ്കൂളിലേക്കും കുട്ടികളിലേക്കും കൂടി സേഫ്റ്റി മെസ്സേജ്. നമുക്കറിയാം, പല ഡെവലപ്ഡ് കൺട്രീസിലും നോക്കിയാൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ സുരക്ഷിതമായിട്ടൊരു റോഡ് ഉപയോഗിക്കണം, ഒരു ഹാൻഡ് ടൂൾ എങ്ങനെ ഉപയോഗിക്കണം, ഒരു സൈക്കിൾ എങ്ങനെ ഉപയോഗിക്കണം. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾക്ക് ഇപ്പോഴും ഇത്രയും ഹയർ എഡ്യൂക്കേഷൻ ഇത്രയും വന്നാലും ഒരു ബേസിക് സേഫ്റ്റി റൂൾസ്, സേഫ്റ്റി എന്ന് പറഞ്ഞാൽ വെറും സിമ്പിൾ തിങ്സ് ആണ്, ഇറ്റ്സ് എ കോമൺ സെൻസ് ഓൺലി, അതുപോലും നമ്മൾക്ക് പഠിപ്പിക്കാത്ത ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസിനും സ്കൂൾ സ്റ്റുഡൻസിനും ഒരു 10 വർഷത്തിന് മുൻപായിട്ട് ഞങ്ങളൊരു ട്രെയിനിങ് മൊഡ്യൂൾ ഉണ്ടാക്കിയിട്ട് ഒത്തിരി സ്കൂളുകളിലും അതിൻ്റെ ട്രെയിനിങ്ങുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പിന്നീടാണ് ഒരു സാമൂഹ്യ സുരക്ഷ എന്ന് പറഞ്ഞ രീതിയിലേക്ക് കഴിഞ്ഞൊരു 4 വർഷത്തിനായിട്ട് സിവിൽ കൺസ്ട്രക്ഷൻ, അതൊരു ഇൻഡസ്ട്രി ആണെങ്കിൽ തന്നെ അതൊരു ഒത്തിരി അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ജോലിക്കാർ വർക്ക് ചെയ്യണ ഒരു സെക്ടറാണ്. അവർ എങ്ങനെ ഇതിലേക്ക് ചിന്തിക്കാൻ സാധിക്കും എന്നുള്ള രീതിയിൽ സിവിൽ കൺസ്ട്രക്ഷനിലും ഇതിൻ്റെ സേഫ്റ്റിയുടെ മെസ്സേജുകൾ എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ അവാർഡ്സുകൾ സേഫ്റ്റി കൗൺസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതേപോലെ ഹോട്ടൽസ്, ഹോസ്പിറ്റൽസ്, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. നമുക്കറിയാമോ, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ 4 യുവാക്കളുടെ ഒരു മരണമെന്ന് പറഞ്ഞാൽ എല്ലാവരെയും വേദനിപ്പിച്ചതാണ്. ഒരു പബ്ലിക് പ്ലേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇതെല്ലാം ആലോചിച്ച് കഴിഞ്ഞാൽ ഇത് വലിയ കാര്യങ്ങളൊന്നുമല്ല, വളരെ സിമ്പിളാണ്. സേഫ്റ്റിയിലെ ഒരേ ഒരു റൂളെന്ന് പറഞ്ഞാൽ തിങ്ക് സേഫ്റ്റി, ആക്ട് സേഫ്ലി എന്നാണ്. ഏതൊരു വ്യക്തിക്കും ഒന്ന് ആലോചിച്ചാൽ ഉത്തരം കിട്ടും. അപ്പോൾ എങ്ങനെ അത് മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള പ്രവർത്തനങ്ങളിലാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ സേഫ്റ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ.
ധാരാളം സിവിൽ കൺസ്ട്രക്ഷൻ കമ്പനികളുണ്ടെങ്കിൽ 4-5 കമ്പനികൾ മാത്രമേ ഇതിലേക്ക് ഒരു പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളതുണ്ട്. അതിലൊന്നാണ് വീഗാലാൻഡ് ഡെവലപ്പേഴ്സ്. So I want to ask Bijoy sir, how do you think about safety how do you make that your priority all the time? വീഗാലാൻഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് 8 പ്രോജക്ട്സ് ലൈവ് ഉണ്ട്. ചിലപ്പോൾ 2-3 പ്രോജക്ട്സ് ബാക്ക് എൻഡിൽ നമ്മുടെ ഡിസൈൻ ടേബിളിലുണ്ടാവും. ഞങ്ങളുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രോജക്റ്റ് ഇപ്പോൾ ഹാൻഡിങ് ഓവർ സ്റ്റേജിലാണ്. അപ്പോൾ നമ്മൾ ഓൺ സ്റ്റാഫിൻ്റെ സേഫ്റ്റി നമ്മുടെ ഒരു സൈഡിലുണ്ടാവും, കൺസ്ട്രക്ഷൻ വർക്കേഴ്സിൻ്റെ സൈറ്റിൽ അത് മാനേജ് ചെയ്യണം. ഹാൻഡിങ് ഓവർ ചെയ്യാൻ പോകുന്ന പ്രോജക്ട്സിലേക്ക് നാളെ തൊട്ട് 100 അല്ലെങ്കിൽ 150 കസ്റ്റമേഴ്സ് ഫാമിലി വരും, അവരുടെ സേഫ്റ്റി വേണം. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ വരുന്ന 2 പോയിൻറ്റ്സാണ്, ഒന്ന് സേഫ്റ്റിയും ഒന്ന് ആക്സിഡൻറ്റും. ആക്സിഡൻറ്റ് ഒഴിവാക്കൽ മാത്രമല്ല സേഫ്റ്റി എന്ന് പറയുന്നത്. ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഒരു എൻഡ് യൂസറെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ശുദ്ധമായ ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളം കൊടുക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ അപ്പാർട്ട്മെൻറ്റിൽ ഇലക്ട്രിക്കൽ സേഫ്റ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലംബിങ്ങിന് വലിയ റോളുള്ള. അപ്പോൾ പ്ലംബിങ്ങിൻ്റെ മെറ്റീരിയൽ ചൂസ് ചെയ്യുമ്പോൾ തൊട്ട് നമ്മൾ അവരവിടെ ഒരു 40-50 ഇയേഴ്സ് താമസിക്കും എന്നുള്ളൊരു വിഷനിൽ വേണം നമ്മൾ ഓരോ മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്യാൻ. ഏറ്റവും വലിയ എക്സാമ്പിൾ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂംസ്, വാഷ് ഏരിയയിലെ ഫ്ലോർ ടൈൽസ്. നമ്മൾ എത്രയോ ഇൻസിഡൻസ് കേട്ടിട്ടുണ്ട്, ആളുകൾ ദേഹത്തെ എണ്ണയെല്ലാം തേച്ചിട്ട് കുളിക്കാൻ പോയി ഷവർ ചെയ്ത് കഴിയുമ്പോൾ അവിടെ തെന്നി വീഴും. അപ്പോൾ നമ്മൾ ബാത്റൂമിൻ്റെ ഒരു ടൈല് സെലക്ട് ചെയ്യുമ്പോൾ അതൊരു ആൻറ്റി സ്കിഡ് പ്രോപ്പർട്ടികളായിരിക്കണം. ആളുകൾക്ക് ആൻറ്റി സ്കിഡ് എന്ന് പറയുമ്പോൾ അതിൽ സോപ്പ് വീണാൽ പാടുപോവോ അല്ലെങ്കിൽ എണ്ണ വീണിട്ട് അഴുക്ക് പിടിക്കുക, അതൊന്നുമല്ല. സത്യത്തിൽ ആ മെറ്റീരിയൽ സെലക്ഷൻ വളരെ ക്രൂഷ്യലാണ്. പിന്നെ ഒരു 1 ഇയർ ബാക്ക് ഗവൺമെൻറ് റൂൾ വന്നിരുന്നു, ഗ്ലാസസ്, അതായത് നമ്മൾ വിൻഡോസ് അല്ലെങ്കിൽ വലിയ വലിയ ഫസാഡ് ഗ്ലാസ് എല്ലാം കൊടുക്കുന്നത്, അതെല്ലാം ഇപ്പോൾ ടഫ് ആൻഡ് ഗ്ലാസ് ആയിരിക്കണം, അതിൻ്റെ തിക്നെസ് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില ബിൽഡിങ്ങിൽ നമ്മൾ എസ്തെറ്റിക് ഇമ്പ്രൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ഹാൻഡ് റെയിൽസിന് ഗ്ലാസ് കൊടുക്കും. അത് സത്യത്തിൽ ഇത് ടഫ് ആൻഡ് പോരാ, അത് ശരിക്കും ബോത്ത് സൈഡ് ടഫ് ആൻഡ് ഗ്ലാസ് വെച്ചിട്ട് 1.2 mm ഫ്രോസൺ ഫിലിം കൂടി ചെയ്തിട്ടാണ് നമ്മൾ ഹാൻഡ് റെയിൽസിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. ചിലപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഒരു ടഫ് ആൻഡ് ഗ്ലാസ് ഇട്ട് സോൾവ് ചെയ്യാൻ പറ്റും, പക്ഷേ അത് നാളെ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് താഴെ വന്ന് വീണിട്ട് ഒന്നും അറിയാതെ പോകുന്ന ഒരാളുടെ ദേഹത്താണ് വീണെന്നുണ്ടെങ്കിൽ അതിലും വലിയ സിവിയർനെസ് വരും. അപ്പോൾ ഫ്രോസ്റ്റഡ് ടഫ് ആൻഡ് കോമ്പിനേഷൻ ആകുമ്പോൾ എന്തെങ്കിലും ഗ്ലാസ്സിന് സംഭവിച്ചു കഴിഞ്ഞാലും അത് അവിടെ തന്നെ ഹോൾഡ് ഓൺ ചെയ്യും. അവിടെ വെഹിക്കിൾസിൻ്റെയൊക്കെ ഗ്ലാസ് അങ്ങനെ, കാറുകൾ അല്ലെങ്കിൽ വലിയ ബസ്സുകളുടെയൊക്കെ പോലെ. അതുപോലെ ഹാൻഡ് റെയിൽസ്, അതിന് സ്പെസിഫിക്കേഷൻ ഉണ്ട്. കാരണം ഒരു അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്ങിൽ ചിലപ്പോൾ 20ാമത്തെ ഫ്ലോറിൽ 25ാമത്തെ ഫ്ലോറിലോ നിൽക്കുന്ന ഒരാൾ, അയാളുടെ ഒരു സേഫ്റ്റി, അയാൾക്കൊരു അഷുറൻസ് കൊടുക്കുന്ന അയാൾ ചിലപ്പോൾ അയാൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഹാൻഡ് റെയിലായിരിക്കും. അതിൻ്റെ ഹൈറ്റിന് മാനദണ്ഡങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ വെർട്ടിക്കൽ ബാലുസ്റ്റേഴ്സ്, അതിലൂടെ ഒരു കുട്ടി തല പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പോൾ പ്ലാനിങ് വളരെ മെറ്റിക്കുലസ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യണം. അതിലും അതൊരു പ്രോഡക്റ്റ് ആയിക്കഴിയുമ്പോഴാണ് നമ്മളുടെ മൈൻഡിലേക്ക് അത് വരുള്ളൂ. ഫോർ എക്സാമ്പിൾ കൺസ്ട്രക്ഷൻ സൈറ്റ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. പണ്ട് മാളൂട്ടി എന്ന് പറഞ്ഞൊരു ഫിലിം നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു കുട്ടി ഒരു ബോർഹോളിൽ പോകുന്നത്. നമുക്ക് എറണാകുളത്ത് എത്രയോ സൈറ്റുകളിൽ പൈലിംഗ് നടക്കുന്നുണ്ട്. ചിലപ്പോൾ ഇന്ന് ബോർ ചെയ്യുന്ന പൈൽ ഒരു പക്ഷേ നാളെ രാവിലെ ആയിരിക്കും നമ്മൾ കോൺക്രീറ്റ് ചെയ്യണം. അതിനുള്ളിലൊരു വേറൊരാൾ പോകാൻ പാടില്ല, അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വരാൻ പാടില്ല. അതിനുള്ളിലുള്ളവർക്ക് അവയർനെസ് ഉണ്ടാവണം. നമ്മുടെ സൈറ്റിൽ നമുക്കറിയാം മലയാളീസ് വളരെ കുറവാണ് വർക്കേഴ്സായിട്ട്. എല്ലാം ഈ അതിഥി തൊഴിലാളികൾ, അവർ പല ഭാഗത്തുനിന്ന് വരുന്നവരാണ്, ബീഹാർ, ബംഗാൾ, ഒറീസ. അപ്പോൾ അവർക്കിതൊരു റെസ്ട്രിക്ഷനാണ് സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർക്കൊരു ഹെൽമെറ്റ് അല്ലെങ്കിൽ ഒരു ബെൽറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സേഫാണെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അവർക്കുണ്ട്. എനിക്കൊക്കെ ഒരു 10 വർഷം മുമ്പേ ഞാൻ ഏറ്റവും കൂടുതൽ സൈറ്റിൽ ഫേസ് ചെയ്തിരുന്നത് തലയിൽ വെക്കാൻ കൊടുക്കുന്ന ഹെൽമെറ്റിൽ അവർ ഗ്രൗട്ട് കലക്കി കൊണ്ടുപോകുമായിരുന്നു. അതാണ് അവർ സേഫ്റ്റി കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ്. സേഫ്റ്റി ബെൽറ്റ് ഇടാൻ പറഞ്ഞാൽ അവർ പറയും സേഫ്റ്റി ബെൽറ്റ് എപ്പോഴും ശരിക്കും ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അവരിലേക്ക് അത് ആ മെസ്സേജ് നമ്മൾ ഇൻജെക്ട് ചെയ്ത് അത് ഒരു ദിവസം കൊണ്ടും നടക്കൂല. എവറി ഡേ യു കീപ്പ് ഓൺ ഡെലിവറിങ്. നമുക്ക് ടൂൾ ബോക്സ് മീറ്റിംഗ് ഉണ്ട്, രാവിലെ 8:30 സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ടൂൾ ബോക്സ് മീറ്റിംഗ്സ് ഉണ്ട്. സേഫ്റ്റിയുടെ ഇമ്പോർട്ടൻസ് നമുക്ക് എല്ലാ സൈറ്റ് ഇൻചാർജും നമ്മൾ ബ്രീഫ് ചെയ്യും. കാരണം അപ്പോൾ എന്തിനാണ് എല്ലാ ദിവസവും എന്ന് ചോദിക്കും. കാരണം ഈ വർക്കേഴ്സിൻ്റെ ഒരു ബാച്ച് ഇന്ന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരൊരു 10 ദിവസം കഴിയുമ്പോൾ പോയിട്ട് വേറൊരു ബാച്ച് വരും. പഴയ ആളുകൾ ഇതിനെക്കുറിച്ച് അവെയർ ആയിരിക്കും, പുതിയ ആളുകളാവില്ല. അപ്പോൾ നമ്മളൊരു മാൻഡേറ്റ് ആയിട്ട് എല്ലാ വീക്കിലും ഒരു പെർട്ടിക്കുലർ ഡേ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ അതിഥി എന്ന് പറയുമ്പോൾ ദേ ആർ ഫ്രം ഔട്ട്സൈഡ് കേരള, സോ വാട്ട് അബൌട്ട് ലൈക്ക് ലാംഗ്വേജ് ബാരിയേഴ്സ്? ഹൗ ഡു യു ലൈക്ക് എഡ്യൂക്കേറ്റ് ദം? ലൈക്ക്
അതിനൊരു വീഗാലാൻഡിന്റെ സൈറ്റിൽ ജെന്നി വന്നു കഴിഞ്ഞാൽ കാണാം, അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിലായിരിക്കും നമ്മൾ അവർക്കുള്ള ആ ലിറ്ററേച്ചറും എല്ലാം ചെയ്തിരിക്കുന്നത്. മലയാളത്തിൽ എഴുതി വെച്ചാൽ ഇവർക്ക് ആർക്കും മനസ്സിലാവില്ല. പിന്നെ ഹിന്ദി ആണെങ്കിൽ അറിയണമെന്നില്ല വായിക്കുന്നില്ല. ഹിന്ദി നമ്മളെല്ലാവരും കരുതി ഇവർക്ക് എല്ലാവർക്കും ഹിന്ദി, ബംഗാളീസിന് ഹിന്ദി അറിയണമെന്നില്ല. ഇവരെ കൊണ്ടുവരുന്ന ഒരു ഫോർമാൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാൾ മേ ബി അയാൾ ഒരു 10-15 years ആയിട്ട് ഇവിടെ ഉണ്ടാവും. അപ്പോൾ അയാൾക്ക് ഹിന്ദി മനസ്സിലാവും, കുറച്ചൊക്കെ മലയാളം മനസ്സിലാവും. അപ്പോൾ നമുക്ക് അവരിലേക്ക് ആ ഒരു മെസ്സേജ് കൊടുത്തിട്ട് അവരെയും കൂടി മുൻനിർത്തി വേണ്ടിയിട്ട് നമ്മൾ അവരുടെ ടീമിൽ ബ്രീഫ് ചെയ്യാനായിട്ട്. കാരണം നമ്മളെന്നും ഒരു പ്രോജക്റ്റ് അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ ലേ ചെയ്യണമെന്ന് ഞാൻ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഇതായിരിക്കും. ഞാൻ ആ പ്രോജക്റ്റിൻ്റെ ഒരു കംപ്ലീഷൻ ഡേറ്റ് അവിടെ നമ്മൾ ടീമിനോടൊന്ന് പറയും, ഇന്ന ഡേറ്റിലായിരിക്കും ഇത് നമുക്ക് തീരണമെന്ന് ആഗ്രഹമുള്ളത്, എനിക്ക് 0 ആക്സിഡൻസ് ആയിരിക്കണം ഇവിടുത്തെ റെക്കോർഡ്. അത് എല്ലാ സൈറ്റിലും നമ്മൾ പറയാറുണ്ട്. സോ എങ്ങനെയാണ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ എല്ലാ ദിവസവും ദിസ് ഇസ് ലൈക്ക് യുവർ ക്രൈറ്റീരിയ ഓർ യുവർ മെയിൻ തിങ് ടു ഡു അങ്ങനെയാണോ? ലൈക്ക് സേഫ്റ്റിയുടെ കാര്യത്തിലും ലൈക്ക് ഇങ്ങനെ കൺസ്ട്രക്ഷൻ സൈറ്റ്സിൽ പോവുക, വിസിറ്റ് ചെയ്യുക, എല്ലാം മോണിറ്റർ ചെയ്യുക, ഇസ് ദാറ്റ് ലൈക്ക് വൺ ഓഫ് യുവർ പാർട്ട് ഓഫ് യുവർ ജോബ്? പാർട്ട് ഓഫ് ജോബ് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ എല്ലാ സൈറ്റിലും നമുക്കൊരു സേഫ്റ്റി ഓഫീസർ ഉണ്ട്. സിസെഡ് നമുക്ക് രാവിലെ ഒരു ടൂൾ ബോക്സ് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടില്ല, അതിനകത്ത് വൺ ഓഫ് ദ സബ്ജക്റ്റ് സേഫ്റ്റിയാണ്. അതുകൂടാതെ വീക്കിലി ഇപ്പോൾ ചില സൈറ്റുകളിൽ അത് അവിടുത്തെ ആ ഒരു സൈറ്റ് ഇൻചാർജിൻ്റെ കോളാണ്, ഏറ്റവും നന്നായിട്ട് സേഫ്റ്റി പ്രാക്ടീസിൻ്റെ ആളിനെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യും. ലാസ്റ്റ് വീക്കിലൂടെ ചെയ്തത് ഏറ്റവും മോശമായിട്ട് ചെയ്യുന്ന ഒരാൾ. അത് മറ്റൊന്നും കൊണ്ടല്ല, കാരണം എന്താണോ അയാൾ ചെയ്യുന്നത് അത് മറ്റുള്ളവർ ചെയ്യരുത്. അതൊരു വലിയൊരു മെസ്സേജാണ്. അത് അപ്പം ഇന്നയാൾ ചെയ്യുന്ന കാര്യം ചെയ്യാൻ പാടില്ല എന്നിങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയും നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സാർ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊരു സേഫ്റ്റിയെ സംബന്ധിച്ചിട്ട് അതിന് കൊടുക്കാൻ പറ്റുക ഏറ്റവും നല്ലത് അവയർനെസ്സാണ്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് 2 വീലർ ഉപയോഗിക്കുന്ന ഇറങ്ങുമ്പോൾ പറയാറുണ്ട് ഹെൽമെറ്റ് എടുത്തോന്ന് ചോദിക്കും. അത് ജസ്റ്റ് ഒരു റിമൈൻഡറാണ്. അപ്പോൾ അതുപോലെ ഈ പറയാറുണ്ട് സേഫ്റ്റിയെ പറ്റി സാറിന് തന്നെ അറിയാം, ഈ ആക്സിഡൻറ്റ്സ് ആർ ഹാപ്പനിങ് ആക്സിഡൻ്റലി എന്ന് പറയുകയാണ്. ഇന്നലെ ഉണ്ടാവാത്തത് കൊണ്ട് ഇന്നുണ്ടായിക്കൂടുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഒരു മെസ്സേജാണ് കഴിയുന്നതും കൊടുക്കുക. പിന്നെ ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ പലരും കാണുന്ന ഒരാൾക്ക് ഹോസ്പിറ്റലിൽ പോയി എന്തെങ്കിലും ചെയ്തു, ജസ്റ്റ് അതിൻ്റെ ആ ഒരു ടിപ്പ് ഓഫ് ഐസ്ബർഗ് എന്നാണ് സേഫ്റ്റിയിൽ പറയുന്ന വാക്ക്. നമ്മളതിൻ്റെ ഉപരിപ്രവായിട്ടുള്ള സാധനം മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പോൾ ഇയാൾ ഒരു ആക്സിഡൻറ്റ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഇപ്പോൾ ഫെറ്റാലിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്കുണ്ടാകുന്ന ഒരു ലോസ് ഉണ്ട്. അത് പേഴ്സണൽ ലോസിന് ഉപരിയായിട്ട് കുറേ കൂടെ കഴിഞ്ഞ് കഴിയുമ്പം അയാൾക്ക് ഇൻഷുറൻസ് കിട്ടുകയാണെങ്കിൽ അതൊരു നാഷണൽ ലോസ് ആയിട്ട് വരും. ഈവൻ സേഫ്റ്റി പ്ലഡ്ജിനകത്ത് പറയുന്നത് തന്നെയാണ്, ഓരോ ജീവിതം എന്ന് പറയുന്നത് ഒരാളുടെ ലൈഫ് എന്നല്ലെങ്കിൽ അതെന്ന് പറയുന്നത് അതൊരു എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു നാഷണൽ വേസ്റ്റ് മീൻസ് നാഷണൽ ആയിട്ടുള്ളൊരു ലോസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു മെസ്സേജിൽ നമ്മൾ ആ ഒരു ആംഗിളിലാണ് കാണുന്നത്. ഇപ്പോൾ 25-26 വയസ്സുള്ള പയ്യന് എന്തെങ്കിലും സംഭവിച്ച് ജോലി ചെയ്യാൻ പറ്റാത്തത് നാഷണൽ ലോസാണ്. ഡയറക്റ്റ്ലി അവരുടെ ഫാമിലിയെ മാത്രമല്ല, അയാളുടെ കുട്ടികൾ അല്ലെങ്കിൽ അയാളുടെ ബന്ധുക്കൾ, അയൽവാസികൾ, പിന്നെ ആ ഒരു സൈറ്റിൽ വർക്ക് ചെയ്യുന്നവരെ അടക്കം ബാധിക്കാം. ഇന്ന സ്ഥലത്ത് വീണതാണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ കാണിക്കാറുണ്ട് കുട്ടികൾ സ്റ്റാഫിന് ഒക്കേഷണലി. ഇപ്പം എല്ലായിടത്തും കമ്പ്യൂട്ടർ ഒന്നും പോലും ചില ആക്സിഡൻസിൻ്റെ ഒക്കെ വീഡിയോസ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ മൊബൈലിൽ ഇപ്പോൾ കുറച്ചുകൂടെ സൗകര്യമാണല്ലോ, അത് ചെയ്യാറുണ്ട്. പിന്നെ ഈ ഹാൻഡിങ് ഓവർ പ്രോജക്റ്റിൽ പറയുമ്പോൾ നമ്മുടെ ഒരു തീം ഇദ്ദേഹം സാർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു ഷീ എന്ന കൺസെപ്റ്റിലാണ് സേഫ്റ്റി, ഹെൽത്ത്, എൻവയോൺമെൻറ്റ്. ആ ഒരു രീതിയിലാണ് നമ്മുടെ എല്ലാ പ്രോജക്റ്റുകളും നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. So how does the society respond to such council അല്ലെങ്കിൽ the initiatives of your council? ഒത്തിരി കമ്പനികളെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ ഈ സൗകര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ അവാർഡിലേക്ക് വരുന്നില്ല. വലിയ പ്രയാസമുള്ളൊരു സംഗതിയാണ് ഞങ്ങൾക്ക് തോന്നിയത്. അതേപോലെ ഹോസ്പിറ്റൽസ്, നമുക്ക് ഇത്രയും ഹോസ്പിറ്റൽസ് ഉണ്ടെങ്കിലും അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ കേരളത്തിൽ 4 ഹോസ്പിറ്റൽ മാത്രമാണ് ഒരു സുരക്ഷാ അവാർഡിലേക്ക് തന്നത്. പേഴ്സണലായിട്ട് ഞാൻ തന്നെ 2 സ്ഥലങ്ങളിൽ പോയിരുന്നു, എൻ്റെ സ്റ്റാഫും പോയിരുന്നു. പക്ഷേ അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളും പല സ്ഥലങ്ങളിലും അല്ല. അവിടുത്തെ ഓക്സിജൻ സ്റ്റോറേജ്, നമുക്കറിയാം ഓക്സിജൻ കൂടിക്കഴിഞ്ഞാൽ ബ്രീത്തിങ്ങിന് വെക്കുന്ന ഓക്സിജൻ എൻറിച്ച്മെൻറ്റ് 23% കൂടിയാൽ അപകടമാണ്. പലയിടത്തും അത് ചെക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല. അവിടെയെല്ലാം ഒരു ഫയറോ വല്ലതും ഉണ്ടായാൽ വലിയൊരു ഡിസാസ്റ്ററായിട്ട് മാറും. അതേപോലെ ഹോട്ടൽസ്, ഒരു ഹോട്ടൽ മാത്രമാണ് കേരളത്തിലെ സുരക്ഷാ അവാർഡിന് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നത്. ഒരു 10-25 ഹോട്ടൽസ് നമ്മൾ നേരിട്ട് പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുറേ സ്ഥലങ്ങളിൽ സേഫ്റ്റി ഓഡിറ്റിന് പോയിരുന്നു. ഒത്തിരി പോരായ്മകളുണ്ട്, അത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിലെ ഒരു 6 സ്ഥലങ്ങളിൽ കഴിഞ്ഞു, ബാക്കിയുള്ള ഒരു 10-20 സ്ഥലങ്ങളിൽ ഞങ്ങൾ ഓഡിറ്റിന് പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരു പബ്ലിക് പ്ലേസിലും കൂടി സുരക്ഷാ സംവിധാനങ്ങൾ വരുത്തുന്ന രീതിയിലേക്ക് വരണം. എന്നാൽ ഒരു വ്യത്യാസം തോന്നുന്നുണ്ടോ? ഇപ്പത്തെയും വെച്ച് നോക്കുമ്പോൾ ഉണ്ട്, ആൾക്കാരുടെ സഹകരണത്തിൽ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വന്നൊരു കമ്മിറ്റ്മെൻ്റ് ആയിരുന്നു.
അത് നന്നായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ നമ്മളുടെ പബ്ലിക് ഗ്യാതറിങ് വരുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരു തീപിടുത്തമുണ്ടായാൽ ഒരു മനുഷ്യൻ മരിക്കുന്നത് തീപ്പൊള്ളിയല്ല മരിക്കുന്നത്, പോയിസണസ് ഗ്യാസ് ശ്വസിച്ചുകൊണ്ടാണ്. ഈ പോയിസണസ് ഗ്യാസ് ഇപ്പോൾ നമ്മൾ തിയേറ്ററിൽ പോയി അവിടെ ഒരു ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ തീയല്ല വരുന്നത്, നമ്മളുടെ ഇരിക്കുന്ന സീറ്റും ഈ പ്ലാസ്റ്റിക്കും ഇങ്ങനെയുള്ള സാധനങ്ങൾ കത്തിയാൽ ആ പോയിസണസ് ഗ്യാസാണ്. ആ പോയിസണസ് ഗ്യാസ് ലൈറ്ററാണ്, അതുകൊണ്ട് അത് താഴത്തായിരിക്കില്ല, മുകളിലായിരിക്കും. കാർബൺ മോണോക്സൈഡ് ഞാൻ 4 പ്രാവശ്യം ശ്വസിച്ചാൽ ഞാൻ വീണു പോകും, മരണം വരെ സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. ഞാൻ എത്ര ശക്തിമാനായെങ്കിലും ഓടിയാൽ ഞാൻ കൂടുതൽ ശ്വസിക്കും, ഞാൻ വീണു പോകും. അപ്പോൾ ഒരു തിയേറ്ററില്ല, ഒരു കൺഫൈൻ സ്പേസിൽ ആ ഫയർ ഉണ്ടായാൽ നമ്മൾ നിലത്തിരുന്നാൽ സുരക്ഷിതനാണ്. പക്ഷെ നമുക്ക് അത് ആ മെസ്സേജ് പലർക്കും അറിയില്ല. പക്ഷെ നിലത്തിരുന്നാൽ മാത്രം സുരക്ഷിതമല്ല, ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂക്കും വായും കവർ ചെയ്താൽ നമ്മൾ ടോട്ടലി സേഫാണ്. ഈ ഒരു ചെറിയ മെസ്സേജ് ആളുകളിലേക്ക് എത്തിക്കണം. ഇന്ന് പബ്ലിക് പ്ലേസ് നമുക്ക് എവിടെ പോയാലും എയർ കണ്ടീഷൻ ഒരു ഹാളുകളിലാണ് പരിപാടികൾ, മാരേജ് ആയാലും ശരി, ഏത് ഗെറ്റ് ടുഗദർ ആയാലും ശരി. ഒരു തീപിടുത്തമുണ്ടായാൽ ഉണ്ടാകുന്ന പുകയെന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡാണ് നല്ലൊരു ശതമാനം വരുന്നത്. അത് 25 ppm പാർട്സ് പെർ മില്യൺ എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റി പോലും ഒരു മനുഷ്യനെ മരണത്തിലേക്ക് നയിക്കാം. ഇങ്ങനെ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ്റെ എക്സാമ്പിൾ വല്ലതും പറയാൻ പറ്റുമോ? ലൈക്ക് സർ വിറ്റ്നസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. കൊച്ചി ഷിപ്പ് യാർഡിലെ ഷിപ്പിൻ്റെ കൺസ്ട്രക്ഷൻ ആണല്ലോ. അപ്പോൾ അതിലെ ഷിപ്പ് റിപ്പയർ എന്ന് പറഞ്ഞാൽ അത് 3D ജോബ് എന്ന് പറയും, ഡേർട്ടി, ഡിഫിക്കൽട്ട് ആൻഡ് ഡേഞ്ചറസ്. അതുകൊണ്ടാണ് ഡെവലപ്ഡ് കൺട്രിയിലൊന്നും ഷിപ്പ് റിപ്പയർ ചെയ്യില്ല. അപ്പോൾ അവിടെ അപകട സാധ്യതയും ഫയറും വളരെ സാധ്യതയുണ്ട്. അപ്പോൾ ഫയർ ഉണ്ടായ അനുഭവങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ ഒരു ഫയർ ഉണ്ടായതിൻ്റെ നേരെ മുകളിലത്തെ ലാഡറിൽ കൂടി കയറിയാൽ ആൾ വീണു പോവും. കാര്യം വെച്ചാൽ അവിടെ കാർബൺ മോണോക്സൈഡ് ഉണ്ട്. അപ്പോൾ അതിനടുത്ത സ്ഥലത്ത് പോകരുത്, വേറെ ലാഡറുകൾ ഉണ്ടാവും. മൂക്കും വായും ഒരു ടവൽ കൊണ്ട് കവർ ചെയ്യണമെന്നുള്ള മെസ്സേജ്. കാര്യം വെച്ചാൽ നമുക്ക് ഷിപ്പ് റിപ്പയറിലെ ജോലികൾ അങ്ങനെയാണ്, അത്രയ്ക്ക് ഹോട്ട് വർക്കുകൾ, കട്ടിങ്ങും വെൽഡിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും സാധ്യതയുണ്ടായാൽ, പുകയുണ്ടായാൽ ഇതാണ് ബേസിക് കാര്യം ചെയ്യേണ്ടത്. ആ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ധാരാളം ആളുകളെ രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് ദുബായിൽ നമ്മളുടെ ഒരു വർഷം മുമ്പ് ഒരു ബിൽഡിങ്ങിലുണ്ടായ ഫയർ ഉണ്ടായില്ലേ, നമ്മൾ ടി വിയിൽ കണ്ട് കറുത്ത പുകയാണ് വരുന്നത്. പക്ഷെ അവർക്ക് അവെയർ ആയിരുന്നില്ല, തീപ്പൊള്ളിയല്ല ആളുകൾ മരിച്ചത്. ഒരു നനഞ്ഞ തുണി വെച്ച് മൂക്കും വായും കവർ ചെയ്ത് സുഖമായിട്ട് അവർക്ക് അവിടുന്ന് രക്ഷപ്പെടാമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ മെസ്സേജുകൾ നമുക്ക് മാക്സിമം എത്തിക്കണം. അപ്പോൾ സേഫ്റ്റി കൗൺസിൽ അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഒരു 10,000 ആളിൽ കൂടുതൽ അവിടെ ജനങ്ങൾ എത്തിയെന്ന് വിചാരിച്ചോ, ഏതെങ്കിലും ഒരു ഉത്സവമോ എന്തെങ്കിലും കാര്യത്തിൽ, നമ്മളവിടെ പോകാൻ പാടില്ല. നമ്മളവിടെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറണം. ഒരു സ്ഥലത്തെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് അതീതമായിട്ട് ജനങ്ങൾ വന്നാൽ സ്വയം മനസ്സിലാക്കി അവിടെ നിന്ന് മാറണം. ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഉയരണം. അതേപോലെ ഇപ്പോൾ ISO സർട്ടിഫിക്കേഷൻ, ഇപ്പോൾ ഡെവലപ്ഡ് കൺട്രിയിൽ ഒരു ബസ്സിൻ്റെ അവിടത്ത് ISO സർട്ടിഫൈഡ് അവിടെ ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ആ ചെക്ക് ലിസ്റ്റ് എന്താണ്? ആ ഡ്രൈവർ തലേ ദിവസം ഉറങ്ങിയിട്ടുണ്ടെന്ന് ഡ്രൈവർ ചെക്ക് ചെയ്യണം, അവിടെ ടിക്ക് ഇടണം. നമ്മൾ ഡ്രൈവറെ വിശ്വസിച്ചല്ലേ ഒരു ബസ്സിൽ കയറുന്നത്. ആ ഡ്രൈവർ ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടോ, അദ്ദേഹം ഇന്നലെ മദ്യപിച്ചിട്ടുണ്ടോ, നമുക്കറിയില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ആ 50-60 ആളുകൾ കയറുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് കൂടി നമ്മൾ വരണം. അപ്പോൾ ഡ്രൈവർ അവിടെ അതിലൊന്ന് ഒരു ചെറിയ ടിക്ക് ഇടണം, ഞാൻ ഇന്നലെ സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇന്നലെ റെസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന് ഫിസിക്കലി ഹീസ് ഓക്കെ. ഇന്നലെ അദ്ദേഹം ഉറങ്ങാത്തൊരാളാണ്, നിർബന്ധിതമായിട്ട് ജോലിക്ക് വന്നാൽ അദ്ദേഹം ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റാതെ അപകടങ്ങളിലേക്ക് വരും. ആ ലെവലിലേക്ക് കൂടി നമ്മൾ വരേണ്ടതാണ്. ഒരു തലവേദന അല്ലെങ്കിൽ ഒരു ചെറിയ പനി എനിക്കുണ്ട്, ചെറിയൊരു പനി, എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ എനിക്ക് മുകളിൽ കയറി ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഞാൻ വീണു, ഫിസിക്കലി അൺഫിറ്റ് ഫോർ എ പെർട്ടിക്കുലർ ടൈം. ആ രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു തലവേദനയുള്ള ഒരാൾ ഡ്രൈവ് ചെയ്യുമ്പോൾ കൈയും എല്ലാ ഫുൾ ബോഡി കോൺസെൻട്രേഷൻ വേണം. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്പുകൾ മനസ്സിലാക്കുന്നില്ല നമ്മൾ. അതേപോലെ നമ്മളൊരു മാരേജ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തു, സന്തോഷമുള്ള കാര്യമാണ്, നല്ല ഭക്ഷണമായിരിക്കും, വയറ് നിറച്ച് ഭക്ഷണവും കഴിച്ച് ഡ്രൈവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഉറങ്ങിപ്പോകും. ആരും അറിയുന്നില്ലത്. പകൽ ഉറങ്ങിപ്പോകുന്ന കാര്യം ഇതാണ്.
അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ടിപ്പുകൾ നമ്മൾ മനസ്സിലാക്കണം. അത് പല രീതിയിലേക്ക് ഈ ആശയങ്ങൾ കൊണ്ടുപോകണം. എന്നാൽ മാത്രമേ ഒരു പൂർണ്ണമായിട്ടുള്ള സുരക്ഷിതത്വം വരികയുള്ളൂ. അപ്പോൾ ഈ സിവിൽ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് പോലെ തന്നെ പബ്ലിക്കിനെ ഹാൻഡിൽ ചെയ്യുന്ന സ്ഥാപനങ്ങളും മാനേജ്മെൻറ്റും ആ ഒരു ചിന്തയിലേക്ക് വന്നാൽ സുരക്ഷിതമായിട്ടുള്ള ഒരു ലോകത്തിലേക്ക് നമ്മൾക്ക് സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ ഒരു അനുഭവം അതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ അവെയർനെസ് ഒക്കെ എന്താ പറയുക, നമ്മളും ആസ് ബിൽഡേഴ്സ് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? സേഫ്റ്റിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വർക്ക്ഷോപ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും വീഗാലാൻഡ് ഒരു പ്രോജക്റ്റ് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു കൾച്ചറുണ്ട്. നമുക്ക് അവിടെ ഒരു അസോസിയേഷൻ ഫോം ചെയ്യും. അതിന് അസോസിയേഷന് കുറച്ച് സീനിയർ ലെവലിലുള്ള കുറച്ച് പേര് ആദ്യം തന്നെ സെലക്ട് ചെയ്യും. അങ്ങനെ സെലക്ട് ആയി കഴിഞ്ഞാൽ വീഗാലാൻഡ് ഓഫീസിൽ ഇതിനൊരു കസ്റ്റമർ കെയർ എന്ന് പറഞ്ഞൊരു വിങ് ഉണ്ട്. ആ കസ്റ്റമർ കെയർ വിങ്ങിൽ നിന്ന് നമുക്ക് നോർമലി അവരുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഹാൻഡിങ് ഓവറോടുകൂടി തന്നെ അവരുടെ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവർക്ക് കണ്ടാൽ മനസ്സിലാവുന്ന ലെവലിലുള്ള ഫുൾ ഇലക്ട്രിക്കൽ ഡയഗ്രാം, പ്ലംബിംഗ് ഡയഗ്രാം, അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കും. അതിനുശേഷം അസോസിയേഷനിലൂടെ ആയിരിക്കും നമ്മൾ ജനറലി നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു പീരീഡ് അവിടെ അത്യാവശ്യം ആളുകൾ താമസമായി കഴിഞ്ഞാൽ നമ്മൾ ഗിരിയൊക്കെയാണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഫയർ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് നമ്മൾ അവർക്ക് അവിടെ ഒരു ഡെമോ, പക്ഷെ അത് 8 പേരോ 10 പേരോ അല്ല, അപ്പാർട്ട്മെന്റിൽ അത്യാവശ്യം ആളുകൾ താമസം. ഡെമോയുടെ ഫ്രീക്വൻസി എങ്ങനെയാണ് ഗിരീഷ്? ഫ്രീക്വൻസി നമ്മൾ ആദ്യ പ്രാവശ്യം ചെയ്യും, പിന്നീട് അവരോട് പറയുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ചെയ്ത് കൊടുക്കും. നോർമലി നമ്മൾ 1 ടൈം ആയിട്ടാണ് കാണിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ടൈം ഈ അസോസിയേഷൻ ഫ്രീക്വൻ്റ് ആയിട്ട് മാറും. അതിനെക്കാട്ടിലൊക്കെ ബുദ്ധിമുട്ട് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്ന ടെക്നീഷ്യൻ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ സമയത്ത് അവർക്ക് വിളിച്ചിട്ട് മിനിമം ബ്രീഫിംഗ് കൊടുക്കും. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഈ പറയുന്നതായിട്ടുള്ള ട്രെയിനിങ് എക്സ്റ്റെൻഡ് ചെയ്യും. ഇപ്പോൾ ആരെങ്കിലും ആവശ്യപ്പെടുകയാണ് നമുക്ക് ഇന്നൊരു ഏരിയ വീക്കാണ് എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പം എനിക്ക് പറഞ്ഞാൽ കല്ലൂരാണ്, നമ്മൾ 2ാമത് പോയിട്ട് വീണ്ടും പറഞ്ഞു കൊടുത്തു. നമ്മൾ ഓപ്പണാണ്. അപ്പം നമ്മുടെ ആവശ്യം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാറേ, അതാണ് ഞാൻ കാണുന്നൊരു മഹത്വം. സാധാരണ ഒരു ബിൽഡിംഗ് പണിത് ഫസ്റ്റ് നമുക്ക് കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ സുലാൻ പറഞ്ഞു പോരുക, അതാണിത്. പക്ഷേ ആ സമൂഹത്തോടുള്ള വീഗാലാൻഡ് മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റിയാണ് 8 വർഷം കഴിഞ്ഞിട്ട് നിങ്ങളുടെ റിന്യൂവൽ ഡേറ്റ് ഇതാണെന്ന് അറിയിക്കണം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു മഹത്വമായിട്ടുള്ള കാര്യമാണ്. അത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല, ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല. ദി എഫേർട്ട് ദാറ്റ് ഗോസ് ബിഹൈൻഡ് ഇസ് വെരി ഹ്യൂജ്. അത് ഡെഫിനറ്റ്ലി ഇറ്റ് ഓൾ ഗോസ് ഡൗൺ ടു ദ മാനേജ്മെൻറ്റ്. ഒരു കാര്യം കൂടെ, ഞാൻ സേഫ്റ്റിയിലേക്ക് ആദ്യമായിട്ട് വന്നപ്പോൾ ഒരു കമ്പനിയിൽ ജോലിക്ക് ചെന്നു. അവിടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. ഞാൻ 1-2 കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ അനുഭവം എന്ന് പറഞ്ഞാൽ, തനിക്ക് അവിടെ ഒരു മേശയും കസേരയും ഇല്ലേ, താൻ അവിടെ പോയി ഇരുന്നാൽ മതി. കമ്പനി എങ്ങനെ നടത്തണമെന്ന് എനിക്കറിയാം, താൻ അവിടെ ഇരുന്നാൽ മതി. ഇതാണ് എനിക്ക് ആരെയും കിട്ടിയ അനുഭവം. അപ്പോൾ ഈ സേഫ്റ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കോപ്പറേഷൻ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെയാണ് പതുക്കെ ആ ടീമിനെ ഉണ്ടാക്കണം, അവരെ മോട്ടിവേറ്റ് ചെയ്യണം. ഒരു പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അവരെ നമ്മളുടെ കൂടി, ഞാനും നിങ്ങളുടെ കൂടെയാണ് എന്ന രീതിയിൽ. പക്ഷേ വീഗാലാൻഡിന് പ്രശ്നമില്ല, മാനേജ്മെൻറ്റ് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ അങ്ങനെയുള്ള സ്ഥാപനങ്ങളല്ല ധാരാളമുള്ളത്. നമ്മളെ കൂടെ കൊണ്ടുപോയാൽ മാത്രമേ ആ ഒരു രീതിയിലേക്ക് മാറി. പണ്ട് നമുക്കറിയാമല്ലോ, എവിടെ ചെന്നാലും ഫയറിങ്ങും ചൂടാകലും ഫയൽ വലിച്ചെറിയലും ആ രീതിയിലൊക്കെ മാറി ടുഗദർ ഒന്നിച്ച് പോകാമെന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ മാനേജ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റ് വലുതാണ്. അല്ലാത്ത സ്ഥലങ്ങളിൽ അവിടുത്തെ വ്യക്തികൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഞാൻ പല ഇൻഡസ്ട്രികളിലും പോകുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ, പ്രയാസമുള്ള പല സ്ഥലങ്ങളിലും ചെന്ന് കഴിഞ്ഞിട്ട് ഈ ഒരു കൺസെപ്റ്റിലേക്ക് ആണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ എൻ്റെയൊക്കെ സേഫ്റ്റി ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ തിയറി അല്ല, ഹ്യൂമൻ ബിഹേവിയർ. എങ്ങനെ ചെറിയ കാര്യങ്ങൾ, വലിയ കാര്യങ്ങളല്ല, ആ ചെറിയ കാര്യങ്ങളിൽ മനസ്സിലാക്കി അത് കഴിയുമ്പോൾ അവർക്ക് അതിലേക്ക് വരാൻ സാധിക്കും. ഇപ്പോൾ സാറ് പറയുന്ന പോലെ നമുക്ക് സാറിൻ്റെ ഇൻസൈറ്റും കൂടെ കിട്ടുമ്പം എന്തായാലും ഒരു മോട്ടിവേഷൻ ആണല്ലോ അത്. ഗിരി സാറിനും കൂടെ ഒരു മോട്ടിവേഷൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും നല്ലതുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനുള്ള ഒരു ഊർജ്ജം കൂടും. ബിജോയ് സാറിന് എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് വല്ലതും ഓർക്കാൻ പറ്റുന്നു? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സൈറ്റിൽ 2 ടൈപ്പ് ആക്സിഡൻസ് നമുക്ക് പ്രതീക്ഷിക്കും. ഒന്ന്, ഞാൻ ആ പ്രോജക്റ്റിൽ ഇൻവോൾവ് ആണ്, ഞാൻ അവിടെ ഡെയിലി മൂവ് ചെയ്യുന്ന ആളാണ്. എനിക്കൊരു ഓവർ കോൺഫിഡൻസ് വരും. ഇത് എനിക്കറിയാവുന്ന സ്ഥലം, ഇത് ഇവിടെ പില്ലറുണ്ട്, അങ്ങോട്ട് നീക്കഴിഞ്ഞാൽ അവിടെ ഭീമുണ്ട്, അവിടെ കുളമുണ്ട്. പക്ഷേ ഇതിലൊരു വില്ലൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഒരു ഫോൺ. നമുക്കൊരിക്കലും ഈ മൾട്ടി ടാസ്കിങ് പറ്റില്ല എന്ന് പണ്ട് നമ്മളോട് മാനേജ്മെൻറ്റിൽ പഠിപ്പിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ സൈറ്റിൽ വർക്ക് ചെയ്യുകയും ചെയ്യും, പണിക്കാർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കും, ഫോണിൽ സ്വന്തം സീനിയറുടെ അടുത്തോ ജൂനിയറുടെ അടുത്തോ സംസാരിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര വിഷമം തോന്നിയൊരു സംഭവം, ഒരു 2 വർഷത്തിന് മുന്നേ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഒരു
ഒരു എൻജിനീയർ, അതിനപ്പുറത്തേക്ക് ഒരാളില്ലാന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. അത്ര മിടുക്കനായിട്ടുള്ള ഒരു എൻജിനീയർ, എൻ്റെ ഒരു മെൻറ്റർ പോലെയാണ് അദ്ദേഹം. ഇവിടെ നിന്ന് മലബാർ ഏരിയയിലുള്ള ഒരു വർക്ക് സൈറ്റിൽ പോയതാണ്, അദ്ദേഹം ഡിസൈൻ ചെയ്തൊരു പ്രോജക്റ്റിൽ പോയതാണ്. അദ്ദേഹം അവിടെ ഒരു മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു കോൾ വന്നു. അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം ആ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ആ മീറ്റിംഗ് ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഓൺ ദ സ്പോട്ടിൽ അവിടെ ആ കോള് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പോയിട്ടുണ്ടാവാം. അദ്ദേഹം വീണു, കോൺക്രീറ്റ് സർഫസിലേക്കാണ് വീണത്. ഒരു 10-15 ദിവസത്തോളം ആൾ കോമയിലായിരുന്നു. പക്ഷേ നമുക്ക് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. നമുക്കെല്ലാം വീട്ടിൽ ഒത്തിരി റെസ്പോൺസിബിലിറ്റി ഇല്ലേ, ജെന്നിക്ക് ഒത്തിരി റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഗിരിക്കുണ്ട്, എനിക്കുണ്ട്, സാറിന് നമുക്ക് ഒത്തിരി ഗോൾസ് ഫ്രണ്ടിൽ കിടപ്പുണ്ട്. നമ്മൾ ചില സ്ഥലത്ത് എസെൻഷ്യൽ പാർട്ടായിരിക്കും. നമ്മൾ അവരുടെ കൂടെ നിന്ന് നമുക്ക് ഗോൾസൊക്കെ നേടി അവരെ വളർത്തി, അല്ലാതെ നമ്മൾ ഭിത്തിയിലൊരു പടമായി മാറാൻ നമ്മളാരും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ സേഫ്റ്റിക്ക് പേഴ്സണൽ ലൈഫിൽ അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. കോർപ്പറേറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ സാറ് പറഞ്ഞത് ഭയങ്കര വാലിഡ് ആയിട്ടുള്ളൊരു പോയിൻ്റ്. അതായത് ഈ അവാർഡ്സിന് ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ട് ഇവരെ ഇറങ്ങി തിരിച്ചിട്ടും ആളുകൾ അപ്ലൈ ചെയ്യുന്നില്ല. കാരണം ദേ ഡോണ്ട് വാണ്ട് ടു ബി എക്സ്പോസ്ഡ് അല്ലേ. നമ്മളുടെ ഒരു സിസ്റ്റത്തിൽ പുറത്തുനിന്ന് ഒരാൾ ഓഡിറ്റ് ചെയ്യപ്പെടാനായിട്ട് ആർക്കും ആഗ്രഹിക്കുന്നില്ല. കാരണം അവർക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ കുറവുകളുണ്ട്. ഒരാൾ വന്ന് കണ്ട് പറഞ്ഞ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയാൽ ഓർഗനൈസേഷൻ രക്ഷപ്പെടും, ആ ഒരു സിസ്റ്റം രക്ഷപ്പെടും. ഹംബിൾ ആവാൻ റെഡി അല്ല ആരും കാലത്ത്. ഏറ്റവും വലിയ എക്സാമ്പിൾ ഇപ്പോൾ പറയാൻ പോണത് ഈ റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിൽ ഭയങ്കര ഡാമേജ് വരുത്തിയതായിരുന്നു മരട് മുനിസിപ്പാലിറ്റിയിൽ ZR വയലേഷൻ വരുത്തിയിട്ട് എത്ര ബിൽഡിംഗ് പൊളിച്ചു എന്ന് ഇന്ത്യ മുഴുവൻ ആഘോഷിച്ചാണ്. നമ്മളുടെ ആളുകൾ ലീവ് എടുത്ത് ടി വിയുടെ മുമ്പിൽ അലാം കേട്ടിട്ട് ബ്ലാസ്റ്റ് വരുന്ന സമയം ലീവ് എടുത്തിരുന്ന് കണ്ട് ആസ്വദിച്ച്. എനിക്കൊക്കെ അറിയാം, ഞാനെല്ലാം ഒരു 36-40 മാസം പണിയെടുത്തിട്ടാണ് ആ ഒരു സാധനം ഉണ്ടാക്കുന്നത്. അത് ഒരു 5 to 10 seconds ബ്ലാസ്റ്റിംഗ്. ഞാൻ ആ സേഫ്റ്റിയിലേക്ക് വരുന്ന അതല്ല, അത് കണ്ടിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്കൊക്കെ ഒരു ബാഡ് ന്യൂസ് വരാൻ പോകുന്നുണ്ട്. എറണാകുളത്ത് ഏറ്റവും പ്രോമിനൻറ്റ് ലൊക്കേഷനിൽ ഒരു 28 ഫ്ലോറുള്ള 2 ബിൽഡിങ് പൊളിക്കാൻ പോവുകയാണ്. കോടതി ഓർഡർ വന്നു. അത് അധികം പേരിലേക്കൊന്നും സ്പ്രെഡ് ആയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളെപ്പോലെ എത്തിക്സ് അനുസരിച്ച് അല്ലെങ്കിൽ കോർ വാല്യൂസ് ഉള്ള കമ്പനീസ് ചെയ്യുന്ന പ്രോജക്റ്റിൽ ഞങ്ങളെയും ഇത് ഏതെങ്കിലും ഒരു തരത്തിലൊക്കെ ബാധിക്കും. കേരളമല്ലേ അല്ല, അവിടെ ഇങ്ങനെയാണല്ലോ എന്നുള്ള ഒരു ലെവലിലേക്ക് വരും. ഇത് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങാണ്. വിതിൻ ഒരു ഫ്യൂ ഡേയ്സ് അതിലൊരു തീരുമാനം വരും. ഇവിടുത്തെ ഏറ്റവും ലീഡിങ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറെ വെച്ചിട്ട് അതൊരു കമ്മിറ്റി ഫോം ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ റീസൺ എന്താണെന്ന് പറയും, വളരെ സിമ്പിളായിട്ടുള്ള റീസണാണ്. ആ ലൊക്കേഷനിൽ, ആ പ്രോജക്റ്റ് നടക്കുന്ന ലൊക്കേഷനിലെ വാട്ടർ ക്വാളിറ്റി വളരെ മോശമാണ്. അവരാകെ ചെയ്തത് ആ സോഴ്സിലത്തെ വെള്ളം വെച്ചിട്ട് ആ സ്ട്രക്ചർ തീർത്തു എന്നുള്ളതാണ്. അപ്പോൾ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്തെല്ലാം പെടുത്തണം. നിങ്ങളൊരു ഹാൻഡ് റെയിലിൻ്റെ ഹൈറ്റാണോ, അതോ ഫ്ലോർ സ്ലിപ്പറി ആണോ എന്നുള്ളത് നോക്കണമാണോ, ഒരു ഗ്ലാസ് പൊട്ടി വീഴുക എന്നുള്ളത് അല്ല. അതൊരു വാസ്റ്റ് ഏരിയയാണ്. വെള്ളം വരെ നമ്മൾ നോക്കണം. എൻ്റെ അറിവിൽ ഏകദേശം 150+ ഫാമിലീസ് ഉള്ള 2 ടവറുകളാണ് പൊളിക്കാൻ വേണ്ടി. 100-300 ആളുകളുടെ അവരുടെ ലൈഫിൽ ഹാർഡ് ഏൺ മണി അതും വീണ്ടും ഒരു ദിവസം നമ്മൾ ബോംബ് വെച്ച് തകർക്കും, നമ്മൾ ടി വിയിൽ ഇരുന്ന് കാണും. പിന്നെ ജെന്നി ചെയ്യേണ്ടത് മൂവീസ് കാണാൻ പോകുമ്പോൾ പോപ്കോൺ ആയിട്ട് പോകുന്നതിന് പകരം അതിന്റെ ഫയർ സ്റ്റെയർ എവിടെയെന്ന് കണ്ടെത്താൻ നോക്കാം അല്ലേ. സാറ് പറഞ്ഞ പോലെ നമ്മളെപ്പോഴും മിസ് ചെയ്യാനാണ്. അവിടെ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഓരോ ഹോളിൻ്റെ ഉള്ളിലും ഫയർ എസ്കേപ്പ് എവിടെയാണ്, എല്ലാം ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ടാവും. ഇന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം അപ്പാർട്ട്മെന്റിലേക്ക് കയറുന്നതിന് മുമ്പ് ഫയർ എക്സ്റ്റിംഗ്വിഷറിന്റെ മാത്രമല്ല ഇത് കാണുന്ന ഓരോരുത്തരും അതിന്റെ എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യുക. കാരണം നിങ്ങളുടെ അവിടെ ഈ സാധനം ഇരിപ്പണോ അല്ലെ, ക്ലീൻ ആയിട്ട് നല്ല റെഡ് കളറിൽ വളരെ വിസിബിൾ ആയിട്ട് അത് റീഫിൽ ചെയ്തിട്ടുണ്ടോ, അതിന്റെ എക്സ്പയറി 3 വർഷം കഴിഞ്ഞോ. അപ്പോൾ ഒരിക്കലും ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ മാത്രമല്ല, ബിൽഡിങ്ങിന്റെ സൈസ് ഹൈറ്റ് മാറുന്നതനുസരിച്ച് റൂള് ഭയങ്കര ഡിഫറെന്റ് ആണ്. 24 മീറ്റേഴ്സിൽ താഴെയാണെങ്കിൽ വേറെ റൂളാണ്, 36 മീറ്റേഴ്സിൽ താഴെയാണെങ്കിൽ വേറെ റൂളാണ്, 45 അബവ് ആണെങ്കിൽ മേളയാണ്. നേരത്തെ 60 അബവ് ആണെങ്കിലാണ് എലിപ്പാഡൊക്കെ വേണ്ടിയിരുന്നത്. ഇപ്പം അതിൻ്റെ എല്ലാം ലിമിറ്റ്സ് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടി അവെയർ ആയിരിക്കുമോ, എന്നാൽ മാത്രമേ ചിലപ്പോൾ നമുക്ക് അതെങ്ങനെയെന്ന് യൂസ് ചെയ്യാൻ അറിഞ്ഞാൽ ഒരുപക്ഷെ ആ സമയത്ത് അവിടെ ഉണ്ടാവുന്ന 10 പേരുടെ ലൈഫ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് വെള്ളം കുടിക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ നമ്മൾ ഇതിനെ പറ്റി പഠിക്കണം. നമ്മളിപ്പം ന്യൂട്രീഷൻ, സ്കിൻ കെയർ, ഇതൊക്കെ നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അതേ സമയത്ത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത്. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് എന്താ ചെയ്യേണ്ടത്, ഫയറിൻ്റെ സിറ്റുവേഷൻസിൽ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡ്രൗണിങ് സിറ്റുവേഷൻ, ഇങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ എന്താണ് ഈസിലി ചെയ്യാൻ പറ്റുന്നതെന്നുള്ള ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ളത് ഇറ്റ്സ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് യുവർ സ്കിൻ കെയർ ഓർ യുവർ ഡയറ്റ് ഓർ എനി ഓഫ് ദോസ് തിങ്സ് ദറ്റ് യു ആർ ഡൂയിങ്. സോ മേക്ക് ഷുവർ ദറ്റ് you know this, and all the companies, if there are companies, people watching, make sure that there's a council like this who can approach you
and give you so much more insights about your company and how it can improve. It might not happen in a month or so, but definitely with their association, you can be better over the years. ഫസ്റ്റ് എയ്ഡ് എന്ന് പറയണം, അതൊരു ബേസിക് കാര്യം. Yeah, Frank. നമുക്കറിയാം, ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരാൾ ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയാൽ വെള്ളം കൊടുക്കും. വെള്ളം കൊടുക്കാൻ പാടില്ല. അയാൾ 2 ദിവസം വെള്ളം കുടിച്ചില്ലെങ്കിൽ മരിച്ചു പോവില്ല. പക്ഷേ ഒരു സെമി കോൺഷ്യസ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ടുള്ള പകുതി അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരാൾക്ക് വെള്ളം കൊടുത്താൽ ആ വെള്ളം ലങ്സിൽ പോകും. പോകുന്ന വഴിക്ക് അയാൾ മരിച്ചു പോകും. അയാൾക്ക് വെള്ളം കൊടുത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാനൊരു കുറേ സ്ഥലങ്ങളിൽ വെള്ളം തട്ടിക്കളഞ്ഞ സംഭവങ്ങളുണ്ട്. അപ്പോൾ ചിലർ പറയും ഞാൻ വെള്ളം കൊടുത്തു, കുറച്ച് കഴിയുമ്പോൾ അയാൾ മരിച്ചു പോകും. മരിച്ചു കഴിയുമ്പോൾ പറയും ഞാൻ വെള്ളം കൊടുത്തിട്ടാ. ആ കൊടുത്ത വെള്ളമാണ് അദ്ദേഹത്തെ കൊന്നത്. അതേപോലെ ഒരാൾ തല ഇറങ്ങി നിലത്ത് വീണു, നമ്മളെന്ത് ചെയ്യും? അയാളെ പിടിച്ച് നേരെ വിളിച്ച് എഴുന്നേറ്റ് നിർത്തും. തലയിൽ ബ്ലഡ് കയറാത്തത് കൊണ്ട് ശരീരം നമ്മളെ വീഴ്ത്തിയതാണ്. അയാളോട് സുഖമായിട്ട് കിടന്നോട്ടെ, ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കഴിയുമ്പോൾ തലയിൽ ബ്ലഡ് കയറുമ്പോൾ അയാൾ എഴുന്നേറ്റ് പോകും. അപ്പോൾ ഫസ്റ്റ് എയ്ഡിൻ്റെ ബേസിക് കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളുടെ വീട്ടിലായിട്ട് ഒരാൾക്ക് ഇലക്ട്രിക് ഷോക്ക് കൊണ്ട് അൺകോൺഷ്യസ് ആയാൽ മനസ്സിലാക്കുക അയാളുടെ ഹൃദയം നിന്നുപോയി, ആ മനുഷ്യൻ 4 മിനിറ്റേ ജീവിച്ചിരിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ CPR അല്ലാതെ വേറെ മാർഗമില്ല. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് താടി ഇങ്ങനെ ഒരാൾ പൊക്കി പിടിക്കുക, മറ്റേ ആൾ ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുക. താടി പൊക്കി വെച്ചില്ലെങ്കിൽ ഇത് ചെസ്റ്റ് കംപ്രഷൻ കൊണ്ട് മാത്രം കാര്യമില്ല. കാര്യം എന്താ, ഇവിടുത്തെ ഈ ട്യൂബ് ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ്. നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നതുകൊണ്ട് ശ്വസിക്കുന്നു. ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരാൾക്ക് ശ്വാസം വലിച്ച് ഈ ട്യൂബ് നേരെയാക്കാൻ പറ്റില്ല. ഇന്ത്യയിലൊരു സംഭവം ഉണ്ടായിട്ട് ഒരു ചെസ്റ്റ് കംപ്രഷൻ മാത്രം കൊടുത്തു കൊണ്ടിട്ട് ഒരാൾ മരിച്ചുപോയി. ഒരു വിദേശിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫ് പറഞ്ഞത് ഒരാൾക്ക് പോലും ഈ താടി പൊക്കി പിടിക്കണമെന്നുള്ള കാര്യം അറിഞ്ഞില്ല എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും പല ആളുകളും തെറ്റായിട്ടിരിക്കുകയാണ്. ഹൃദയം ഇടതുവശത്താണ് നമ്മളെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത്. ഹൃദയം ഇടതുവശത്തല്ല, നമ്മുടെ നടുക്കാണ് ഇരിക്കുന്നത്. ഇടതുവശത്ത് നെക്കിക്കഴിഞ്ഞാൽ റിബ്സാണ്. റിബ്സ് ഒടിഞ്ഞ് അതിൽ കുത്തിക്കൊണ്ട് ആൾ മരിക്കാം. അപ്പോൾ ഹൃദയം നടുക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഫസ്റ്റ് എയ്ഡിൻ്റെ ഒരു ട്രെയിനിങ് കൂടി നമ്മുടെ കരിക്കുലത്തിൽ വരേണ്ടതാണ്. ഇപ്പോൾ ഈ സാറ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്കൊന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത്, ഇപ്പോൾ നമ്മുടെ ഫ്ലാറ്റുകളിൽ മിക്കവാറും ഒക്കെ ഡോക്ടേഴ്സ് ഉണ്ടാവും. റീസെൻ്റ്ലി ഹാൻഡ് ഓവർ ചെയ്ത പ്രോജക്റ്റിനകത്ത് 8 ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഈ ഗെറ്റ് ടുഗദേഴ്സ് ഉണ്ടല്ലോ, മേ ബി ഓണം, ക്രിസ്മസ്, ന്യൂ ഇയർ. അപ്പോൾ ആ സമയത്ത് അതാത് സമയത്ത് ഒരു മിനിമം കാര്യങ്ങൾ ഓഫ് ടിപ്സ് കൊടുക്കാറ്. പ്രാക്ടീസ് ഒന്നുമില്ല, മിനിമം ടിപ്സ് അവർ കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊരു നല്ല ദാറ്റ് മീൻസ് ആ സമയത്ത് അവിടെയുള്ള മുഴുവൻ പേരും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഓരോ ഡോക്ടർക്ക് ഇങ്ങനെ റൊട്ടേഷൻ ബേസ് ഒരു സെഷൻ എടുത്തിട്ട് അതിനകത്തുണ്ടാകുന്ന സപ്പോസ് ആ സമയത്ത് എന്തെങ്കിലും എപ്പിഡമിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒരു ബ്രീഫിംഗ് കൊടുക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല, അവർ സെൽഫായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫസ്റ്റ് എയ്ഡ് ബോക്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് കെയർടേക്കറുടെ അടുത്ത്. അതിനകത്തൊരു ഈ പറയുന്ന പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള മെഡിസിൻസ് അത് മന്ത്ലി അല്ലെങ്കിൽ പീരിയോഡിക് ആയിട്ട് ചെക്ക് ചെയ്യണം. ഇതൊന്നും ആദ്യം പറയും, ഇടയ്ക്ക് നമ്മൾ വിളിക്കുമ്പോൾ ചോദിക്കും ഫസ്റ്റ് എയ്ഡ് മെഡിസിനകത്തൊക്കെ ഉണ്ടല്ലോ, പാറ്റൊന്നും ക്ലിയറിപ്പില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. പിന്നെ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ, അതായത് ഇടയ്ക്ക് പറഞ്ഞിരുന്നു ഹെൽത്തിനെ പറ്റിയിട്ട്. അപ്പോൾ നമുക്ക് സ്വിമ്മിംഗ് പൂളുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ ബിഹേവിയർ സേഫ്റ്റിക്കകത്ത് അപ് ടു സം എക്സ്റ്റെൻറ്റ് ബിഹേവിയർ സേഫ്റ്റിക്ക് ഒരു വലിയ റോളുണ്ട്. പ്രത്യേകിച്ചും പാർക്കിൽ ഇൻപുട്ട് നോക്കിക്കഴിയുകയാണെങ്കിൽ കുട്ടികളൊക്കെ വരുമ്പം നമുക്ക് അവരുടെ ബിഹേവിയർ അറിയില്ല, ചൈൽഡിഷ് നേഷൻ ആണല്ലോ. അപ്പോൾ ഈ നമ്മൾ കൊടുത്തിരിക്കുന്നതായിട്ട് സ്വിമ്മിംഗ് പൂളിലൊക്കെ തന്നെ നമ്മൾ മിനിമം കാര്യങ്ങൾ ടൈം വെക്കും, ഡോർ വയ്ക്കും. പ്രത്യേകിച്ച് ആദ്യത്തെ ബ്രീഫിംഗ് അല്ലാത്തപ്പോഴൊക്കെ പറയാറുണ്ട്, കുട്ടികൾ പോവുകയാണെങ്കിൽ ഷുഡ് ബി അക്കമ്പനിഡ് ബൈ ആൻ അഡൽട്ട്. അത് പറയാറുണ്ട് എപ്പോഴും. ഹൈറ്റിൽ താഴെയുള്ളവർക്ക് പെർമിറ്റ് ചെയ്യാറില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഇതിൽ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അവിടെ യോഗ സ്പേസ് ഉണ്ട്, അതുപോലെ ജിമ്മുണ്ട്. അതൊക്കെ ഹെൽത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ. പിന്നെ RO വാട്ടർ ആണെങ്കിൽ കംപ്ലീറ്റ് RO വാട്ടറാണ് ഡ്രിങ്കിങ് പർപ്പസിന് കൊടുക്കുന്നത്. ഡ്രിങ്കിങ് ആൻഡ് കുക്കിങ്ങിന് ആരോ കൊടുക്കും. അതുപോലെ തന്നെ ഈ വേസ്റ്റ് വാട്ടർ വലിയ എലമെൻ്റ്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് റിവീൽ ചെയ്യാനുള്ളത്, ഞങ്ങൾ ഒരു ലാസ്റ്റിലുള്ള ഒരു ആദ്യത്തെ ഒരു 3 പ്രോജക്റ്റ് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും വേസ്റ്റ് വാട്ടർ STPയിൽ പോയിട്ട് അത് നമ്മൾ വീണ്ടും അൾട്രാ ഫിൽട്രേഷൻ കൊണ്ട് ഫർദർ ട്രീറ്റ് ചെയ്തിട്ട് അതിനെ ഫ്ലഷിങ്ങിന് ഉപയോഗിക്കും, ഗാർഡനിങ്ങിന് ഉപയോഗിക്കും. അപ്പം അപ് ടു സം എക്സ്റ്റെൻറ്റ് ഞങ്ങളുടെ ഒരു 80-90% പ്രോജക്ട്സുകളും 0 ഡിസ്ചാർജാണ്. ഈ ഫ്ലഷിങ് സിസ്റ്റം വരുമ്പോൾ നമുക്ക് ഇൻടേക്ക് കുറയും, സേഫ് ഡിസ്പോസൽ നടക്കുന്നുണ്ട്. പിന്നെ ചെടിക്കുള്ള വെള്ളം മാത്രം. അപ്പം സാറിന് അറിയാം, ഇപ്പം നമ്മുടെ ചെടികൾ ഫ്ലാറ്റുകളൊക്കെ തന്നെ അത്യാവശ്യം നന്നായിട്ട് മരങ്ങളുണ്ട്. അപ്പോൾ 1-2 സെറ്റുകൾ ശരിക്കും പറഞ്ഞാൽ ഇത് മതിയാവാതെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ടർ പോരാതെ വരും, നമുക്ക് അഡീഷണൽ സോഴ്സിൽ നിന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം അതൊരു പ്രശ്നമല്ല. ഇപ്പം അൾട്രാ ഫിൽട്രേഷൻ കൊടുത്തിട്ട് അപ്പോൾ അത് നമുക്ക് അഡീഷണൽ കോസ്റ്റ് വരുന്നത്. ഈ ഫിൽട്രേഷൻ സിസ്റ്റത്തിന് മാത്രമല്ല, ഓരോ ഡക്റ്റിൽ കൂടി ഈ പൈപ്പ് ഇറങ്ങണം. ഒരു ഫ്ലഷിങ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ
ഓരോ സ്ഥലത്ത് ചെല്ലണ്ടേ, അപ്പോൾ അതിന് നല്ല കോസ്റ്റ് വരുന്നുണ്ട്. എല്ലാ ടോയ്ലറ്റ്സിലും 2 ലൈൻ ചെല്ലണം. 2 ലൈൻ ചെല്ലണം. ഒരു ലൈൻ ചെന്നാൽ മതി. ഇത് ടോയ്ലറ്റ്സിൽ വേറെ ലൈൻ റോ വാട്ടർ ചെല്ലണം, വേണം. ഫ്ലഷിങ്ങിന് വേറെ ലൈൻ ചെല്ലണം. അതൊരു നല്ല കോസ്റ്റ് വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ കോസ്റ്റ് അല്ല, ഒൺലി തിങ് നമുക്ക് ആ വെള്ളത്തിൻ്റെ കൺസപ്ഷൻ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ റീയൂസ് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും പലർക്കും. പിന്നെ സാർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡ്രിങ്കിങ് വാട്ടറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ആരോ പ്ലാന്റ് കോമൺ ആയിട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രിക്കൽ സേഫ്റ്റി, നമ്മൾ ആദ്യത്തെ വർഷം നമ്മൾ പറയും ഇവരോട് എല്ലാം ഒന്ന് വൺസിൻ്റെ ബ്ലൂം ടൈറ്റ് ചെയ്യണവർ ലൂസ് കോണ്ടാക്റ്റൊക്കെ ഒഴിവാക്കാനായിട്ട്. ചുറ്റുമുള്ള എർപ്പിറ്റ് അതിൻ്റെ രജിസ്റ്റേഴ്സ് നോക്കാൻ പറയാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചോദിച്ച പോലെ നമ്മൾ നമ്മുടെ ഒരു ഇതിൻ്റെ ക്രൈറ്റീരിയ ആയിട്ട് എടുത്തിരിക്കുക. കോമൺ ഏരിയ സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് കൊടുക്കാറുണ്ട്. എല്ലാത്തിനുമല്ല, കോമൺ ആയിട്ട് വരുന്ന കോമൺ ഏരിയ പ്രൊട്ടക്ഷൻ, ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇത് ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ ഡിവൈസ് ഫോർ ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഫോർ കോമൺ ഏരിയ. അതേപോലെ ELCB, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. അത് നമ്മളുടെ ഇലക്ട്രിസിറ്റി വരുന്ന മെയിൻ സ്വിച്ച് എന്ന് പറഞ്ഞാൽ പഴയ അതിൻ്റെ അവിടെയുള്ള ഒരു EBയിലുള്ള ഒരു സാധനമാണ്. ഒരു കറുത്ത 1-2 ഇത് കാണാം, അത് കുറേ കറുത്ത ബട്ടൺസ് ഇത് കാണാം. അതിൻ്റെ സൈഡിലൊരു പ്രസ് ബട്ടൺ ഉണ്ട്. ആ പ്രസ് ബട്ടൺ അമർത്തിയാൽ അത് ട്രിപ്പായാൽ ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഷോക്ക് അടിച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പവർ കട്ടാകണം. പക്ഷേ അവിടെ പൊടി പിടിച്ചിരുന്നാൽ അത് ചിലപ്പോൾ കട്ടാകില്ല, വർക്കാവില്ല. അപ്പോൾ ELCB എന്താണെന്ന് ഒരു വീട്ടിലൊരു കുഞ്ഞു കുട്ടി പോലും അറിയേണ്ട ഒരു സ്ഥിതിയാണ്. അപ്പോൾ ആ ELCB മാത്രമല്ല, ആ ഒരു 3 മാസത്തിലിടയ്ക്ക് ആ പ്രസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് നോക്കണം അത് വർക്ക് ചെയ്യുന്നുണ്ടാകുന്നു. ട്രിവാൻഡ്രത്തെ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു പബ്ലിക് സെക്ടറിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ വീട്ടിൽ ഷോക്ക് അടിച്ച് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ELCB വർക്ക് ചെയ്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വീട്ടുകാരും കൂടി ഒന്ന് മനസ്സിലാക്കണം. ഈ 15 വർഷം മുമ്പ് ELCB ഇല്ല. അന്ന് ഒത്തിരി ഷോക്കുകൾ ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി വേറെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ELCB വന്നതിന് ശേഷം ഷോക്ക്, ഇലക്ട്രിക് ഷോക്ക് എന്ന് പറഞ്ഞാൽ 100% ഒഴിവാക്കാൻ സാധിച്ചു. സോ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് എൻവയറമെൻറ്റ് അല്ലേ? സോ അത് നിങ്ങളുടെ ഓർഗനൈസേഷനിലുള്ള ഒരു പ്രോട്ടോകോളാണോ ദറ്റ് യു ഫോളോ? അത് ആർക്കും ഫോളോ ചെയ്യാവുന്നതാണ്, എല്ലാവരും ഫോളോ ചെയ്യണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ഇതിന് 3നും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ അവാർഡിനെ പറ്റിയിട്ട് പറഞ്ഞില്ലേ, അപ്പോൾ അവാർഡ് ഞങ്ങൾക്ക് അവാർഡ് കിട്ടുന്നതിനുപരിയായിട്ട് ഞങ്ങളെ സംബന്ധിച്ച് അപ് ടു സം എക്സ്റ്റെൻറ്റ് ഒരു ഫ്രീ ഓഡിറ്റാണ്. സേഫ്റ്റി ഫീൽഡിലുള്ള ആൾക്കാർ അവർ വന്നിട്ട് ഫീസ് അടക്കണം കേട്ടോ കൗൺസിൽ അല്ല, പക്ഷെ അവർ വന്നിട്ട് നമ്മുടെ ഓരോ സ്ഥലങ്ങളിലും പോകുമ്പോൾ നമുക്ക് ഓരോ ഇൻസ്പെക്ഷൻ കഴിയും എന്തെങ്കിലും ഇൻപുട്ട് കിട്ടും. നമ്മൾ എത്ര പെർഫെക്റ്റ് ആയ വെച്ചാൽ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടാവും, അത് നമുക്ക് നെക്സ്റ്റ് പ്രോജക്റ്റിൽ കവർ ചെയ്യാം. തീർച്ചയായിട്ടും അതിനുപരിയായിട്ട് ഇതൊരു വി ആർ ഓപ്പൺ. നമുക്ക് ഒരു ഓഡിറ്റ് മെക്കാനിസം, കാരണം ഇവിടുന്നൊക്കെ ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സിനെയാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഇത് അപ്പാർട്ട്മെൻറ്റാണ്, പക്ഷെ അവർ കാണുന്നത് ആ ഇൻഡസ്ട്രിയൽ പോയിന്റ് ഓഫ് വ്യൂവിലാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാനായിട്ട് വളരെ ഞങ്ങൾ ഓപ്പണാണ്. കാരണം നമ്മുടെ സിസ്റ്റം ഇപ്പോൾ ഒരു തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് അത് ഓപ്പൺ ആകുക, ആ തേർഡ് പാർട്ടി അത് ഇൻസ്പെക്ട് ചെയ്യുക, അതിന് ഞങ്ങൾക്ക് ഇൻപുട്സ് തരിക. എക്സാം എഴുതുന്ന പോലെയാണ് ഇൻസ്പെക്ഷൻ വരുന്നത്. തീർച്ചയായിട്ടും. അപ്പം ഒബ്വിയസ്ലി നമ്മൾ മിസ്റ്റേക്ക് ഉണ്ടായാലും നെക്സ്റ്റ് ടൈം അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണല്ലോ എക്സാംസ് വെക്കുന്നത്. ഇവിടെ മിസ്റ്റേക്സിന് ഉപരിയായിട്ട് ചില എന്തെങ്കിലും നമ്മൾ കാണാത്ത കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു തരാൻ പറ്റും. കാരണം അവർ പല സ്ഥലത്ത് പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ സാർ തന്നെ പറയും 28 years ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സേഫ്റ്റി ഫീൽഡ് എന്ന് പറയുന്നത് വലിയ എക്സ്പീരിയൻസാണ്. പിന്നെ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അപ്പാർട്ട്മെന്റിലെ സേഫ്റ്റി എന്ന് പറയുന്നത് അവിടെ സാധാരണക്കാരാണ് വരുന്നത്. അവർക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ ബോധമൊന്നുമില്ല. അവർ രാവിലെ വീട്ടിലെത്തുന്നു, ജസ്റ്റ് നമ്മൾ ഒരു കിച്ചൺ എടുത്ത് നോക്കി, കിച്ചണിൽ എന്തൊക്കെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട ധാരണ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഗ്യാസ് തൊട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ കൊടുത്തേക്കുന്നത് സിസ്റ്റത്തിനകത്ത് മീൻസ് റെട്ടിക്കുലർ സിസ്റ്റം, പൈപ്പ് ലൈൻ സിസ്റ്റമാണ്. അതിനകത്ത് മോണിറ്ററിംഗ് ഉണ്ട്, എന്തെങ്കിലും ഗ്യാസ് ലീക്ക് ഉണ്ടെങ്കിൽ അലാറം ഉണ്ടാവും. അപ്പം അത് ചിലപ്പോൾ ഈ യൂസർ അറിയണമെന്നില്ല. അപ്പോൾ അതിനാണ് നമ്മൾ നമ്മളതിന് ട്രെയിനിങ്ങൾ കൊടുക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഞാൻ ചോദിക്കാൻ വരികയാണ്, ഞാൻ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഒക്കെ ഫയർ എക്സ്റ്റിങ്ക്വിഷർ കാണും, ഫയർ എക്സിറ്റ്, സേഫ്റ്റി, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷേ ഇതെങ്ങനെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇതെടുക്കേണ്ടത് എപ്പോഴാണ് മുതലുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. സോ അപ്പം അതും ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ്. തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ആരാണെങ്കിലും ഒരു ബിൽഡർ എത്ര നല്ല സാധനം ചെയ്താലും ഒരു എമർജൻസി വരുമ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റണം. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഹാൻഡിങ് ഓവർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്നുകിൽ ഫയർ ആണെങ്കിൽ ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്, അല്ലെങ്കിൽ അത് ചെയ്ത ആൾക്കാർ അവരെ കൊണ്ടുവന്നിട്ട് ഒരു ഡെമോ ഉണ്ടാവും. ആ ഡെമോയുടെ കൂടെ തന്നെ അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കും. എന്നിട്ട് അവരോട് തന്നെ പറയുന്നുണ്ട് ഒരു ടീം ഉണ്ടാക്കാൻ പറയും, ഇൻ കേസ് ഓഫ് എമർജൻസി എന്തൊക്കെ ചെയ്യണം. പിന്നെ കൂടുതൽ സ്ഥലത്ത് അതിൻ്റെ ഒരു ഫോർ എക്സാമ്പിൾ പോലീസിൽ വിളിക്കണം, ഫയർ, അത്തരം കാര്യങ്ങൾ അവരുടെ ഫോൺ നമ്പറൊക്കെ കെയർ ടേക്കർ റൂമിൽ ഡിസ്പ്ലേഡ് ആയിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ അസോസിയേഷൻ നമ്മൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ചിലപ്പം ഇയർലി റിമൈൻഡർ പോകും നമ്മൾ, നിങ്ങളുടെ ഫയർ റിന്യൂ ചെയ്തതായി, അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്വിഷർ മാറ്റാറായി,
അവരാണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ റിമൈൻഡ് ചെയ്യും, ഫ്രൈൻ്റെ സമയമായിട്ടുണ്ട്, അല്ലെങ്കിൽ ലിഫ്റ്റിൻ്റെ ഇൻഷുറൻസിൻ്റെ സമയമായിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മളവരെ റിമൈൻഡ് ചെയ്യും. എന്നിട്ട് ഒന്നുകൂടി ചോദിക്കും, സാർ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ വിളിച്ചവരെ ഒന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ട്രെയിനിങ്ങിന് എത്ര നല്ല സാധനം ചെയ്താലും ട്രെയിനിങ്ങിന് അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം ജെനി പറഞ്ഞ പോലെ തന്നെ ഈ ഫയറിംഗ് സ്റ്റാർട്ട് ഇരിക്കുന്നത് ഭംഗിക്കാണെന്ന് പോലും ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. നമുക്ക് ഈ സാധനം കൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റണ്ടേ? അപ്പോൾ അതിന് നമുക്ക് ട്രെയിനിങ് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഹാൻഡിങ് ഓവർ ചെയ്ത പ്രോജക്റ്റ് ആണെങ്കിൽ പോലും 3-4 വർഷം കഴിയുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, ആൾക്കാരെ വിളിക്കണോ, ട്രെയിനിങ് വേണോ? അവർ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. കാരണം നമ്മുടെ ആവശ്യം നമ്മളുടെ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന ആൾക്കാരുടെ സേഫ്റ്റി ആണ് ഇമ്പോർട്ടൻറ്റ്. ഇത് കേൾക്കുമ്പോൾ തന്നെ എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് സെല്ലിങ് സംതിങ്, ഇറ്റ്സ് അബൌട്ട് caring for your business, and that's what they're doing, they're caring for it. അതുകൊണ്ടാണ് എത്ര നാൾ കഴിഞ്ഞാലും, ഇപ്പം 5 വർഷം കഴിഞ്ഞിട്ട്, ഐ മീൻ ഹാൻഡ് ഓവർ കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞാലും 10 വർഷം, they are still on to it, they are still making sure you as a resident get the right benefit that you should get. അതുപോലെ ജാക്സൺ സർ, എന്താണ് ലൈക്ക് വാട്ട് ആർ ദ ക്രൈറ്റീരിയസ്? ഇപ്പം എക്സാം എന്ന് പറഞ്ഞു, എന്താണ് എക്സാമിനേഷനിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന പോലെയാണ് ഞാൻ ചോദിക്കുക, എന്താണ് ക്രൈറ്റീരിയസ്, അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കെയർഫുൾ ആയിട്ട് ഇരിക്കേണ്ടത്? സേഫ്റ്റിയിലെന്ന് പറയുമ്പോൾ റിട്ടേൺ റൂൾസുകൾ കുറച്ചുണ്ട്, പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ അതിനും വലുതായിട്ടുള്ളതാണ് ഇപ്പോൾ ഒരു പ്രോജക്റ്റുകളിലെ പ്ലാനിങ്. ഇപ്പോൾ സാറ് പറഞ്ഞു ഫസ്റ്റിലെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ അതിന് വരുന്ന റോ മെറ്റീരിയൽ ഉൾപ്പെടെ എൻഡ് കസ്റ്റമർ വരെയുള്ള പ്ലാനിങ്ങാണ്. ഇപ്പോൾ സാറ് പറഞ്ഞൊരു കാര്യം, ടൂൾ ബോക്സ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ ഒരു ജോലിക്ക് വന്നാൽ ആ തൊഴിലാളികൾ, നമുക്കറിയാം നമ്മൾ വീട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ ഒത്തിരി മാനസിക സംഘർഷങ്ങളുണ്ടാവും. വരുന്ന വഴിക്ക് റോഡിലുള്ള ട്രാഫിക് ബ്ലോക്കുകളും വീട്ടിലുള്ള സമയത്തിനുള്ള ഭക്ഷണമാകാത്തതും. അപ്പോൾ അങ്ങനെ അവിടെ വന്ന് എല്ലാവരും കൂടി നിന്ന് ഒരു 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ കുറച്ച് മനസ്സ് ഫ്രഷാവും. അപ്പോൾ അവിടെ പറയുന്നത് ഇന്നത്തെ ജോലി എന്താണ്, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, അതാണ് ഈ ടൂൾ ബോക്സ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ. അത് പല ലാംഗ്വേജിലായിരിക്കും ഉണ്ടാകുന്നത്. സേഫ്റ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മോട്ടിവേഷനാണ്. ഇപ്പോൾ കൊച്ചി ഷിപ്പ്യാർഡിൽ ഞങ്ങൾ എയർക്രാഫ്റ്റ് കാരിയർ പണിതു. 13 നിലകളുണ്ട്. ഏകദേശം 2000 തൊഴിലാളികൾ അതിൽ വർക്ക് ചെയ്യണേ. അതിലേക്ക് എഞ്ചിൻ റൂമിലേക്ക് പോകാനുള്ള വഴി ആർക്കും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ന്യൂ ഇയറിലൊക്കെ സീരിയസ് സെറ്റ് ബൾബ് ഇടുന്ന പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് പച്ച ബൾബ്, ഒരു സ്ഥലത്തേക്ക് നീല ബൾബ് അങ്ങനെ ഇട്ടിരിക്കുകയാണ്. അവർ അവിടെ പോയി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവരെന്ത് ചെയ്താലും നമുക്ക് ക്ലോസ് 2000 കമ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അവരെ അവരെ ബൂസ്റ്റ് ചെയ്തെടുത്തു. നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന എന്തെങ്കിലും കുറവുകൾ, തെറ്റുകൾ വന്നാൽ നിങ്ങൾ സ്വയം ഡിക്ലെയർ ചെയ്യണം, പണിഷ്മെൻ്റ് ഇല്ല. ആ രീതിയിൽ അവരെ തന്നെ മോട്ടിവേറ്റ് ചെയ്തെടുത്തുകൊണ്ട് വളരെ സക്സസ് ആയിട്ട്. സാധാരണ കാണുന്നത് പലയിടത്തും നമുക്ക് പണിഷ്മെൻ്റാണ്. ആ പണിഷ്മെൻ്റ് കൺസെപ്റ്റ് സേഫ്റ്റിയിൽ പാടില്ല. എന്തുകൊണ്ടൊരു അതിഥി തൊഴിലാളി വീഗാലാൻഡിൻ്റെ പ്രോജക്റ്റിൽ വരുന്നു, ആ തൊഴിലാളിക്കൊരു വിശ്വാസമുണ്ട്, ഈ സേഫ് ഇൻ ദി വീഗാലാൻഡ് പ്രോജക്റ്റ്. ആ വിശ്വാസം വീഗാലാൻഡ് ഡെവലപ്പേഴ്സിൻ്റെ കയ്യിലാണ്. The other day I went to their office. So what I saw was the employers there also, they have been working for years, which is a huge sign that that company is doing something great. കാരണം caring for the employees is very important. എന്നാലേ അത്രയും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതൊരു എനിക്ക് തോന്നുന്നു സേഫ്റ്റി ഈസ് ബോത്ത് മെൻ്റലി ആൻഡ് ഫിസിക്കലി. ഓക്കെ, സോ വെൻ വി ടോക്ക് അബൌട്ട് സേഫ്റ്റി ഇൻ എ വർക്ക് പ്ലേസ്, ഒബ്വിയസ്ലി യുവർ എംപ്ലോയീസ് ആർ യുവർ പില്ലേഴ്സ് ഓഫ് യുവർ ബിസിനസ്, റൈറ്റ്? സോ ദെയർ വെൽനെസ് will eventually give you the kind of result you're looking for. So how do you maintain that? ഒരു പക്ഷേ വീഗാലാൻഡിന്റെ സ്റ്റാഫ് സ്ട്രെങ്ത്തിന്റെ 50% ഒരു പക്ഷേ എൻ്റെ ഡിപ്പാർട്ട്മെന്റ്. Yes, exactly. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം കൂടി വന്നു കഴിഞ്ഞാലും മറ്റേ HR, അക്കൗണ്ട്സ് എല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ സ്റ്റാഫ് സ്ട്രെങ്ത്തിന്റെ അത്ര വരില്ല. ബേസിക്കലി സാറ് നേരത്തെ പറഞ്ഞൊരു വേർഡ് ഉണ്ട്, അത് നമ്മൾ ശ്രദ്ധിച്ചു, അവർ സ്ട്രെസ് ഫ്രീ ആയിരിക്കണം. ഒരു സൈറ്റിൽ ഇപ്പോൾ തൃപ്പൂണിത്തുറയിലത്തെ ഒരു സൈറ്റ് പോയി കഴിഞ്ഞാൽ there are around 280 ലേബേഴ്സ്. ഈ 280 ലേബേഴ്സിൻ്റെ ഔട്ട്പുട്ട്, അതായത് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എൻഡ് റിസൾട്ട്. അപ്പോൾ അവരെ ഫസ്റ്റ് ടൈം അവർ ക്വാളിറ്റി പ്രോഡക്റ്റിന് വേണ്ടി പോകുമ്പോൾ സേഫ്റ്റി കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ വളരെ ഒരു കൂളായിട്ടുള്ള ആറ്റിറ്റ്യൂഡിലായിരിക്കണം. നിങ്ങൾ ടാർഗറ്റ്സും അല്ലെങ്കിൽ കട്ട് ഓഫ് ഡേറ്റും കൊടുത്ത് വർക്കേഴ്സിൻ്റെ അല്ലെങ്കിൽ ഔട്ട്പുട്ടും നോക്കി ഇവരെ പ്രഷറൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവിടെ ക്വാളിറ്റിയും പോവും, സേഫ്റ്റിയും പോവും. കാരണം ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു സൈറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ പോകുന്നത് എവിടെയൊക്കെ ഈ ഇലക്ട്രിക്കൽ ലൂസ് കണക്ഷൻ ഉണ്ടാവും. ഒരു പ്രോജക്റ്റ് 10 ഫ്ലോർ 15 ഫ്ലോർ ആകുമ്പോൾ തന്നെ നമ്മളൊരു സെൻട്രൽ ലൈൻ സപ്ലൈ കൊടുത്തിട്ടുണ്ടാവും. ഓരോ ഫ്ലോറിലും വർക്കേഴ്സ്, ഡിഫറെൻറ്റ് കോൺട്രാക്ടേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടാവും. അവരെല്ലാം ഓരോ ഫ്ലോറിൽ നിന്നാണ് ടാപ്പ് ചെയ്യണം. അതിന് അവിടെ DBയും സാധനങ്ങളും സ്വിച്ച് ബോർഡും എല്ലാം വെച്ചിട്ടുണ്ടാവും.
എന്നാലും ഒരുത്തൻ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലഗ് ഇല്ലാത്ത, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും 2 വയർ മാത്രമുള്ള ഒരു സാധനം കൊണ്ടുവന്നിട്ട് കണക്ഷൻ കൊടുക്കുന്ന പരിപാടി. നമുക്കവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ DBയിൽ അത് റെസ്പോണ്ട് ചെയ്യണം, ട്രിപ്പ് ആവണം, ആളുടെ വ്യക്തിപരമായിട്ട് നമുക്ക് അവിടെ ഡാമേജസ് വരാൻ പാടില്ല. പിന്നെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ബേസിക്കലി സ്റ്റാർട്ടിങ് സ്റ്റേജിൽ പൈൽ ക്യാപ്പൊക്കെ ചെയ്ത് അല്ലെങ്കിൽ എക്സ്കവേഷനൊക്കെ ചെയ്ത് വരുമ്പോൾ ചില സ്ഥലത്ത് നമുക്ക് ടെൻഷനാണ്. കാരണം ഈ കേബിളെല്ലാം നിലത്ത് വെള്ളത്തിൽ ടച്ച് ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കും കിടക്കണം. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവിടെ സൈറ്റിൽ ഉപയോഗിക്കാനായിട്ട് നമ്മൾ പെർമിറ്റ് ചെയ്യുന്ന കേബിൾ പോലും നമ്മൾ വളരെ സെലക്റ്റീവ് ആയിരിക്കണം. അത് ആ സൈറ്റിലത്തെ ഇലക്ട്രിക്കൽ ആൻഡ് നേരത്തെ ഗിരി പറഞ്ഞ പോലെ സേഫ്റ്റിക്ക് ഇൻചാർജ് ആയിട്ടുള്ള ഒരു സ്റ്റാഫ് നമ്മുടെ ഉണ്ടാവും. അവരുടെ ഒരു ക്ലോസ് മോണിറ്ററിങ് ഇല്ലെങ്കിൽ ഞാനിവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഇതൊന്നും പറഞ്ഞതിൽ കാര്യമില്ല. ഞാൻ ഇവിടെ വന്ന് ഇതൊക്കെ പറയുന്നു, ആ മെസ്സേജ് അതേ സീരിയസ്നെസ് കൊണ്ട് അവരത് ചെയ്യാൻ കഴിയണം. അപ്പോൾ സ്റ്റാഫിന് എപ്പോഴും നമ്മളൊരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ നിർത്തിക്കഴിഞ്ഞാൽ നമുക്കിതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ 2 പേരും വി-ഗാർഡിലും വർക്ക് ചെയ്തിട്ടുണ്ട്, അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വണ്ടർല എന്നറിയപ്പെടുന്ന അമ്യൂസ്മെൻറ്റ് പാർക്ക് ഗ്രൂപ്പിലും വർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടർലയിലത്തെ ഒരു വർഷത്തെ ഫുട്ഫോൾ കൊച്ചിൻ സിറ്റിയിലെ പാർക്കിൽ മാത്രം എനിക്ക് തോന്നുന്നത് 15-16 lakhs ആണ്. അപ്പോൾ ലാസ്റ്റ് 25 years ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ കേരളത്തിൻ്റെ പോപ്പുലേഷനേക്കാളും കൂടുതൽ ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരു ആക്സിഡൻറ്റ് പോലും, ഒരാൾക്ക് ഒരു കൺസേൺ ഉണ്ടാക്കുന്ന ലെവലിലുള്ള ഒരു ആക്സിഡൻറ്റ് പോലും അവിടെ ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടില്ല. that is something exceptional, I should say. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ചെറുപ്പം മുതലേ കാണുന്നതാണല്ലോ. So see, whenever we hear Vegaland, it's always about happiness because of Wonderla. But after that, it came to a point where we are all trusting the brand in the company, as a whole. It doesn't have to be just the homes or anything. As a whole, we trust ആണ്, ലോയൽറ്റി ആൻഡ് ട്രസ്റ്റ് ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ, ഐ തിങ്ക് ദ ഫൗണ്ടേഷൻ ഓഫ് യുവർ കമ്പനി is that, which is a very hard thing to achieve. It's not small. അത് ശരിക്കും കൺസിസ്റ്റൻസി മാത്രമാണ് അതിൻ്റെ ഒരു ഫാക്ടർ എന്ന് എനിക്ക് തോന്നുന്നു. കൺസിസ്റ്റൻ്റ്ലി മെയിൻറ്റെയിനിങ് യുവർ പ്രോജക്ട്സ്, എവറിത്തിങ് യു സസ്റ്റെയിൻ. അതുപോലെ നമ്മളെല്ലാവരും അങ്ങനത്തെ ഒരു വർക്ക് കൾച്ചറിൽ ഗ്രൂം ചെയ്ത് വന്നവർ. ഇപ്പോൾ വീഗാലാൻഡ് ഡെവലപ്പേഴ്സ് സാറ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിലെല്ലാവരും ഫ്രഷ് റിക്രൂട്ടേഴ്സ് അല്ല, എല്ലാവരും നമ്മളുടെ ഗ്രൂപ്പിൽ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ ഹാൻഡ് പിക്ക് ചെയ്തെടുത്തിട്ടാണ് ഇതെടുത്തത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് വണ്ടർല അല്ലെങ്കിൽ അന്നത്തെ വീഗാലാൻഡ്, അങ്ങനെ പറഞ്ഞായിരിക്കും കുറച്ചുകൂടി. സത്യം പറഞ്ഞാൽ എനിക്ക് വീഗാലാൻഡ് ഇപ്പോഴും ഐ ഡോണ്ട് നോ വൈ, ആസ് എ യങ് അത് മലയാളികളുടെ മനസ്സിൽ അത് ഭയങ്കരമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ റിയൽ എസ്റ്റേറ്റ് ഡിവിഷൻ വന്നപ്പോൾ ആ പേര് ഇങ്ങോട്ട് നമ്മൾ എടുത്ത്. അന്ന് സാറ് പറയുമായിരുന്നു, യു ആർ പ്ലേയിങ് വിത്ത് ഹ്യൂമൻ ലൈഫ്. നിങ്ങളൊന്നൊന്ന് കണ്ടാൽ മതി. അതായത് കുട്ടികൾക്ക് വരെ ധൈര്യമായിട്ട് അവിടുത്തെ പൂളുകളിലേക്ക് ഇറങ്ങാം. കാരണം നമ്മുടെ ലൈഫ് ഗാർഡ്സ് അല്ലെങ്കിൽ ആ പൂളിന് ചുറ്റും നിൽക്കുന്ന നമ്മുടെ സ്റ്റാഫ്, സെക്യൂരിറ്റി ആർ സോ വിജിലൻറ്റ്. മാത്രമല്ല അവിടുത്തെ റൈഡ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഓൾ ആർ ഇമ്പോർട്ടൻറ്റ് റൈഡ്സ്. നിങ്ങൾക്ക് അതിൽ കയറി ധൈര്യമായിട്ട് തലകുത്തി നിന്ന് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും സേഫ്റ്റി കോൺഷ്യസ് ആയിട്ടാണ് ഞങ്ങൾ അന്നോട്ടേ വർക്ക് ചെയ്തത്. വെള്ളം ഇന്നും ആക്സിഡൻറ്റിൻ്റെ ഒരു സോഴ്സാണ്. അതിനേക്കാൾ റിസ്ക് ഉള്ളതാണ് ഈ മോസ്റ്റ് മോഡേൺ റൈഡ്സുകൾ. അപ്പോൾ അവിടെ നിന്നെല്ലാം നമ്മളിതുപോലെ ഒരു സാർ പറഞ്ഞ പോലെ മോട്ടിവേഷൻ ഒരു ഐറ്റം, പിന്നെ ഫോളോ അപ്പ്. നിങ്ങൾ ആളുകളുടെ പുറകെ മോട്ടിവേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അവരത് ഉൾക്കൊണ്ട് അവരത് വർക്ക് ചെയ്യണമെന്ന് പറയണമെങ്കിൽ നിങ്ങൾ അത്രയും ഒരു ക്ലോസ് ഫോളോ അപ്പ് ആയിരിക്കണം. ഒരു പക്ഷേ ആ വർക്ക് കൾച്ചറായിരിക്കാം നമുക്കിവിടെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും നമ്മുടെ ടീമിനെ കൊണ്ടു നടക്കാനും കഴിയാൻ ചാൻസ് ഒരു പക്ഷേ നമ്മൾ ഗ്രൂം ചെയ്തെടുത്തത് സാറിൻ്റെ ഈ ഒരു ലെഗസി വരാനും ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദിസ്. ദാറ്റ് ഇസ് യുവർ ഫൗണ്ടേഷൻ ഇസ് യുവർ എംപ്ലോയീസ്, ആൻഡ് ഇഫ് ഹി ഹാസ് സച്ച് എ ലെഗസി ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ വേ ഹി ഹസ് ലെഡ് യു അല്ലെങ്കിൽ ഗൈഡഡ് യു ഗൈസ് ഇൻ ടു സച്ച് എ ബിഗ് കമ്പനി. ഒരു അവാർഡും കൂടെ കിട്ടിയതായിട്ട്, ബട്ട് ഐ ഡോണ്ട് നോ വാട്ട് എക്സാക്ട്ലി ദാറ്റ് അവാർഡ് ഇസ്. സ്ട്രക്ചറൽ അവാർഡ്, അത് സിമെൻറ്റ് ഇൻഡസ്ട്രിയിലത്തെ ഒരു റെക്കമെൻഡേഷനിൽ വന്നായിരുന്നു അത്. കാരണം അത് കഴിഞ്ഞ വർഷമാണ് നമുക്കത് കിട്ടിയത്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, തൃപ്പൂണിത്തുറ എരൂർ റൂട്ടിൽ പോകുന്ന ആരും കിങ്സ് ഫോർട്ട് എന്ന് പറഞ്ഞൊരു ബിൽഡിങ് ആരും മിസ് ചെയ്യില്ല. ഒരു പക്ഷേ ഞങ്ങളുടെ ഗ്രോത്തിന് പിന്നിൽ ഇതുപോലെ ചില പ്രോജക്ട്സ് ഹെവിലി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അത് എസ്തെറ്റിക്കലി, പിന്നെ അതിൻ്റെ ലൊക്കേഷൻ, അതിൻ്റെ വിസിബിലിറ്റി. ലക്കിലി അതിൻ്റെ അടുത്തുകൂടി ഒരു ഓവർബ്രിഡ്ജ് വന്നു, അപ്പോൾ ആ ബിൽഡിങ് കാണുന്ന ഒരു ലെവൽ തന്നെ മാറി. പിന്നെ ഈവനിങ് പോയാലും ഡേ ടൈമിൽ പോയാലും അതിനൊരു പ്രത്യേക ബ്യൂട്ടി ഉണ്ട്. കാരണം അതിൻ്റെ ആ 22 floors നമ്മൾ ചെടികൾ വെച്ച് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ കവർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഓൾമോസ്റ്റ് ഒരു 1 acre താഴെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ്, ഭംഗിയായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. ക്ലീൻ മെസ്സേജ് 2 lakh square feet തൊട്ട് താഴെയുള്ള ഒരു പ്രോജക്റ്റായിരുന്നു. അതിൻ്റെ പ്ലാനിങ്ങും എക്സിക്യൂഷനും എല്ലാം കൂടി വളരെ സ്റ്റിപ്പുലേറ്റഡ് ആയിട്ടുള്ള ടൈമിൽ തീർന്നു. ആ വർഷം മെഗാ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞ സിവിൽ എഞ്ചിനീയറിങ്ങിൽ അവർ കൊച്ചിൻ, ഇടുക്കി, ആലപ്പി ആ ഒരു സോണിലുള്ള പ്രോജക്ട്സിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏറ്റവും ബെസ്റ്റ് പ്രോജക്റ്റായിട്ട് നമുക്കിതിൻ്റെ അവാർഡ് കിട്ടിയിരുന്നു. അതിൽ കൺസ്ട്രക്ഷൻ മാത്രമല്ല, അവിടെയും
സേഫ്റ്റിയും നമ്മളതിൻ്റെ ലിറ്ററേച്ചറിൽ ഓടി ചെയ്യുമ്പോൾ ആ ഒരു പ്രോജക്റ്റിൽ എന്തെല്ലാം സ്പെഷ്യാലിറ്റി ഉണ്ട്, ഹൗ ഇറ്റ് സ്റ്റാൻഡ്സ് അപ്പാർട്ട് ഫ്രം അതർ ബിൽഡിങ്സ്, അങ്ങനെ ഒരു കൺസെപ്റ്റിൽ ലഭിച്ചായിരുന്നു. കൂടാതെ ഒരു അവാർഡും കൂടി കിട്ടിയിട്ടുണ്ട് ചിത്രപ്പള്ളി സാറിനെ, സാമൂഹ്യ സുരക്ഷാ അവാർഡ് ഫോർ ഇൻഡിവിജ്വൽ. പേഴ്സണലി ഐ എം ആസ്കിങ്, ഇതുവരെ നമ്മൾ സംസാരിച്ചതെല്ലാം പ്രൊഫഷണലി ആയിരുന്നു. ഞാൻ പേഴ്സണലി ചോദിക്കാം, എന്തോരം വാല്യൂ നിങ്ങൾ കൊടുക്കുന്നുണ്ട് സേഫ്റ്റിക്ക്? ഒരമ്മ ഏറ്റവും വലിയൊരു സേഫ്റ്റിയുടെ ഒരു മാസ്റ്ററാണ്. നമ്മളത് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. ഒരു കുഞ്ഞിനെ കെയർ ചെയ്യുന്നത്, കുഞ്ഞൊന്ന് താഴെ വീണ താഴെ വീണെന്ന് പറയാൻ പറ്റുമോ? ആ കുഞ്ഞിനെ ഒരു 2 വർഷം അല്ലെങ്കിൽ 1.5 വർഷത്തേക്ക് ആ കുഞ്ഞിനെ കെയർ ചെയ്യണ ഒരു അമ്മയുടെ മുകളിൽ വേറെ ആളില്ല ലോകത്തിൽ. അപ്പോൾ അത് വീട്ടിൽ നിന്നെല്ലാം തുടങ്ങുന്നു. അപ്പോൾ അത് വളരെ നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. അതേപോലെ ഇവിടെ കുക്കിങ് ആരെങ്കിലും അതിന് ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? തിളച്ച എണ്ണയിലേക്കാണ് ഇത് മുഴുവൻ ഡെയിലി അവർ ഹാൻഡിൽ ചെയ്യുന്നത്. അവർക്ക് ഒരു അംഗീകാരം നമ്മൾ കൊടുക്കുന്നില്ല. ആ പ്രഷർ കുക്കർ അത്രയ്ക്ക് ഇത് ചെയ്യുന്നുണ്ട്. ഞാൻ വലിയ ക്യാമനാണ്, ഞാൻ കമ്പനിയിൽ പോയി വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതിലും വലിയ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ചെയ്യുന്നുണ്ട്. ആ മെസ്സേജ് നമ്മൾ മനസ്സിലാക്കണം. ആ അമ്മയുടെ അടുത്ത് ഒരു കുഞ്ഞ് വന്ന് സഹായിക്കാൻ വന്ന് ഒരു ഉള്ളി അരിഞ്ഞപ്പോൾ കൈ മുറിഞ്ഞു, എന്ത് ചെയ്യും? കൺസേൺ ആയിരിക്കും അമ്മ. പക്ഷേ സ്വാഭാവികമായിട്ട് നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കുട്ടി സൈക്കിൾ ചവിട്ടി വീണു, കാല് മുറിഞ്ഞു, എന്ത് ചെയ്യും? എല്ലാവരും തിരക്കുള്ള 2 അടി കൊടുക്കും. എന്നിട്ട് പറയും നിന്നോട് കത്തിയെടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞില്ലേ, സൈക്കിൾ എടുക്കാൻ പാടില്ലെന്ന്. അവിടെയാണ് നമ്മളുടെ ഒരു കറക്ഷൻ വേണ്ടത്. ആ കുട്ടി നാളെയും കത്തിയെടുക്കണം, ആ കുട്ടി നാളെയും സൈക്കിൾ ചവിട്ടണം. സൈക്കിൾ ചവിട്ടിയാൽ വീഴും, അപ്പോൾ നീ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ മുറിവ് ഞാൻ വെച്ച് കെട്ടാം, നീ കത്തി നാളെയും ഉപയോഗിക്കണം, ഷാർപ്പ് എഡ്ജാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് സേഫ്റ്റിയെ പറ്റിയും ഒരു ആക്സിഡൻറ്റിനെ പറ്റിയും ഒരു മനസ്സിലൊരു, പക്ഷേ 2 അടി കിട്ടിക്കഴിഞ്ഞാൽ കുട്ടിക്ക് സംഭവിച്ച് ഇനിയും മുറിയും, ഒരു പ്രശ്നവുമില്ല. ആ ഒരു അപകടത്തെപ്പറ്റി ആ ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കില്ല. ആ ഒരു പാരമ്പര്യം നമ്മൾക്കില്ലാത്തതാണ് ഈ സേഫ്റ്റിയുടെ ഒരു കുറവ്. നമ്മളൊരു ഡെവലപ്ഡ് കൺട്രിയിൽ നോക്കിയാൽ എങ്ങനെയല്ല, ഒരു ട്രൈസൈക്കിൾ വാങ്ങിക്കാൻ പോയാൽ തന്നെ ഒരു ക്യാപ്പ് കിട്ടും. നമ്മളുടെ കടയിലും ആ ക്യാപ്പ് കിട്ടും. ആ ക്യാപ്പ് നമ്മൾ കൊണ്ടുവരില്ല, ആ കടയിൽ തന്നെ കിടക്കും. ആ കുട്ടി ആ ക്യാപ്പ് അതിടുമ്പോൾ ആ കുട്ടിക്കറിയാം ഇത് ഞാൻ നടക്കുന്ന പോലെയല്ല. അപ്പോൾ അതിന് ഇതിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. ആ ഒരു കൺസെപ്റ്റ് നമ്മൾ വരാത്ത കൊണ്ടാണ് നമ്മൾക്ക് സുരക്ഷിതത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പുറകോട്ട് പോകുന്നത്. കുറച്ച് വലുതായി കഴിയുമ്പോഴേ നമുക്കതിൻ്റെ ആവശ്യകത മനസ്സിലാക്കുന്നുള്ളൂ. പക്ഷെ അതെങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ല. അതാണ് സ്കൂൾ കുട്ടികൾക്ക് കൂടി തുടങ്ങണമെന്ന് പറയുന്നത്. ഐ തിങ്ക് അതുകൊണ്ടാണ് കൗൺസിൽസ് ലൈക്ക് സർ പറഞ്ഞ നാഷണൽ സേഫ്റ്റി കൗൺസിൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതുപോലത്തെ കൗൺസിൽസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് അതുകൊണ്ട് ദിസ് ഇസ് എ ഗുഡ് പ്രോഗ്രസ്, a good start that companies like Vigaland Homes have associated with them. It's a good example for us and any other builders or any other business. It doesn't have to be the same department. Any other business, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ടു അസോസിയേറ്റ് വിത്ത് സച്ച് പീപ്പിൾ. കൗൺസിൽ, നാഷണൽ സേഫ്റ്റി കൗൺസിലുള്ള ആൾക്കാരായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പം ദ കൈൻഡ് ഓഫ് ഇൻസൈറ്റ്സ് സർ പറഞ്ഞ പോലെ ഇൻസൈറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമായിരിക്കും. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ് ദാറ്റ് consult with these people, make them a part of your business, improve every day is what I want to say to everyone. And എനിക്ക് സത്യം പറഞ്ഞാൽ ഐ എം വെരി പ്രൗഡ് ഓഫ് ദിസ് എപ്പിസോഡ് ബിക്കോസ് ഞാൻ ഈ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പം എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു സോഷ്യലി റെലവൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുക എന്നുള്ളത്. ആൻഡ് ഇന്ന് എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യത്തിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. ആൻഡ് അത്രയും നല്ല ഇൻസൈറ്റ്സ് ആണ് നമുക്ക് കിട്ടിയതും നമ്മൾ ഒരിക്കലും ആലോചിക്കാത്ത കാര്യങ്ങളെപ്പറ്റി ഇന്ന് നമ്മൾ ഇരുന്ന് ചിന്തിക്കും എന്ന് എനിക്ക് തോന്നുന്നു. So thank you so much, Jackson sir. Thank you so much, Bijoy sir. Thank you so much, Giri sir. It's been an amazing discussion with you guys. അപ്പം എന്തായാലും നമുക്ക് ഇതുപോലെ തന്നെ ഇനിയും കുറേ സേഫ്റ്റിനെ പറ്റി സംസാരിക്കാം. സേഫ്റ്റിനെ പറ്റി ഇന്ന് നിങ്ങളുടെ വീട്ടിൽ ഇതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ ഉണ്ടാവണം എന്നൊരു ആഗ്രഹം, ഡിസ്കഷനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സോ റിമെമ്പർ, സേഫ്റ്റി ഈസ് ഓൾവേസ് more important and it comes first. Make it
a lifestyle, is what I want to say. Make safety a lifestyle. വേ ഓഫ് ലൈഫ് Yeah, make it a part of your lifestyle, and let's hope for a better tomorrow. And remember, safety is always better than risk and regret. So thank you so much, sir. Thank you. താങ്ക് യു